ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് അനു. ഞാൻ എൻ്റെ വീട് തിരുവനന്തപുരത്താണ്. എന്നെ കല്യാണം കഴിച്ചത് തൃശ്ശൂരാണ്. 2019 ഞാൻ കൃപാസനത്തെ പറ്റി ആദ്യമായി കേൾക്കുന്നത്. എൻ്റെ മമ്മിയാണ് എന്നോട് പറഞ്ഞത്, ഇങ്ങനെയൊരു സ്ഥലം ഉണ്ടെന്നും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ അനുഗ്രഹം കിട്ടുമെന്നൊക്കെ പറഞ്ഞത് മമ്മിയാണ്. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് തൃശ്ശൂർക്ക് വരുന്ന വഴിക്ക് ഒന്ന് ഇറങ്ങുക എന്നൊക്കെ പറഞ്ഞ് എന്നോട് മമ്മി ഒത്തിരി റിക്വസ്റ്റ് ചെയ്തു, ഒന്ന് കയറി. അപ്പോൾ എൻ്റെ അച്ചാച്ചിക്ക് ക്യാൻസർ ആയിട്ടിരിക്കുമായിരുന്നു. 2018 ആദ്യമായിട്ട് ക്യാൻസർ ആയിട്ടിരിക്കുന്നത്. ആ സമയത്ത് മമ്മി പറഞ്ഞു, ഞങ്ങൾക്ക് എന്തായാലും പോയി മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, അപ്പം നീ എന്തായാലും ഒന്ന് പോയിട്ട് അച്ചാച്ചിയുടെ കാര്യം പറഞ്ഞേക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, പറ്റുവാണെങ്കിൽ ഇറങ്ങാം. ഓൾറെഡി ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ഇറങ്ങിയപ്പോൾ, വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒത്തിരി ലേറ്റായി. അപ്പം ഞാൻ പറഞ്ഞു, പറ്റുവാണെങ്കിൽ ഇറങ്ങാം എന്ന് പറഞ്ഞു. മാതാവിനോട് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞാലും കൃപാസനം എന്നുള്ളൊരു പ്ലേസിനെ പറ്റി എനിക്ക് അത്ര വലിയ കാര്യമായിട്ട് അറിയത്തൊന്നുമില്ലായിരുന്നു. എന്തായാലും ഈ വഴിക്ക് പാസ് ചെയ്ത് പോയപ്പോഴത്തേക്കും ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, മമ്മി പറഞ്ഞല്ലേ ഒന്ന് ഇറങ്ങിയിട്ട് പോവാം. അപ്പോഴത്തേക്കും 9 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളിവിടെ ഇറങ്ങിയപ്പോഴത്തേക്കും കൃപാസനത്തിൻ്റെ ഗേറ്റ് ഇങ്ങനെ ഓൾമോസ്റ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു ഞങ്ങളുടെ ഇവിടുത്തെ സെക്യൂരിറ്റി അങ്കിള്. അപ്പം ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ ആൾ ചിരിച്ചുകൊണ്ട് അത് തുറന്നു തന്നു. ഞങ്ങൾ 9 മണിക്കാണ് ഇതിൻ്റെ ഉള്ളിൽ കയറുന്നത്. ഒരു മനുഷ്യൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. 1-2 ഇവിടുത്തെ ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ അകത്തോട്ട് കയറിയ സമയത്ത് ഭയങ്കരമായിട്ടൊരു നല്ല ഇളം കാറ്റും ജാസ്മിൻ്റെ മുല്ലപ്പൂവിൻ്റെ മണവും ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് 2 പേർക്കും കിട്ടി. അപ്പം ഞാൻ വലിയ വിശ്വാസമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇവിടെ അപ്പടി മുല്ലപ്പൂവിൻ്റെ പെർഫ്യൂം അടിച്ച് വെച്ചേക്കുവാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കയറി പോകുന്നു. അപ്പോൾ പുള്ളിക്കാരനും ആ മണമൊക്കെ കിട്ടിയായിരുന്നു. ഞങ്ങളിവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു, അച്ചാച്ചിയുടെ കാര്യം പറഞ്ഞു. പിന്നെ ഞാൻ ജോലി ഇല്ലാതിരിക്കുമായിരുന്നു. ഞാനൊരു 2017 സൗദിയിലെ ജോലി കളഞ്ഞ നേഴ്സാണ്. അപ്പോൾ പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പം കുറച്ച് മെഡിക്കൽ കണ്ടീഷൻസൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ജോലി വേണ്ടാന്ന് വെച്ച് കുഞ്ഞിനെ നോക്കാമെന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുമായിരുന്നു. പിന്നെ ഹസ്ബൻഡ് കുവൈറ്റിലാണ്. അപ്പോൾ ആളുടെ അടുത്തോട്ട് എപ്പോഴെങ്കിലും പറ്റുവാണെങ്കിൽ പോവാം എന്ന് വിചാരിച്ച് റിസൈൻ ചെയ്ത് വന്നതായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് മാതാവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോയി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ജോലിക്ക് വേണ്ടിയിട്ട്. വിസ വരും എന്ന് പറഞ്ഞ് കുറേ നാൾ വെയിറ്റ് ചെയ്തു. ഒരു 1 ഇയർ ഒക്കെ നാട്ടിൽ വെയിറ്റ് ചെയ്തിട്ട് ഞാൻ ഫാമിലി വിസയിൽ അവിടെ പോയി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും കൊറോണയൊക്കെ വന്നു. പിന്നെ എനിക്ക് തീരെ കുഞ്ഞു വെച്ചായതുകൊണ്ട് ഫീഡ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അവളെ ഇട്ടിട്ട് പോകാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. ജോലി കിട്ടിയാലും പോകുന്നില്ലായിരുന്നു, പ്രൈവറ്റിലായിരുന്നു ജോലിയൊക്കെ കിട്ടുന്നത്. അപ്പം നമുക്ക് ആ ഒരു ശമ്പളത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളൊരു ചിന്ത. അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് എൻ്റെ കൊച്ചിനെ നോക്കണം എന്നായിരുന്നു ആഗ്രഹം. അതിനുവേണ്ടി തന്നെയാണ് നല്ലൊരു ജോലി കളഞ്ഞ് വന്നതും. അപ്പോൾ പിന്നെ കുറേ നല്ല ജോലിക്ക് കിട്ടാൻ വേണ്ടി ട്രൈ ചെയ്തു. 2020 ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഞാൻ അച്ഛൻ്റെ അതിനുശേഷം ഇങ്ങനെ ഉടമ്പടിയുടെ പ്രാർത്ഥനയൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ഓൺലൈനായിട്ട് അച്ഛൻ്റെ യൂട്യൂബിലൊക്കെ കയറിയിട്ട് അച്ഛൻ്റെ പ്രസംഗമൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഇങ്ങനെ മാതാവിനോട് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനിതൊക്കെ കേൾക്കുന്ന ഒരാളായിരുന്നു. പിന്നെ അപ്പോഴാണ് അച്ഛൻ ഇങ്ങനെ പറഞ്ഞത്, ഉടമ്പടി എടുക്കാൻ സൗകര്യം ഇല്ലാത്തവർക്ക് ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇടാം എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനൊന്ന് ആലോചിച്ചിട്ട് ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇടാമെന്ന് വിചാരിച്ചു. ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് ഒരു 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാതാവിനോട്. ആദ്യമായിട്ട് പറഞ്ഞത് ജോലിയുടെ കാര്യം തന്നെയായിരുന്നു. ജോലി എനിക്ക് എൻ്റെ സമയത്തിന് ഞാൻ പ്രൈവറ്റ് ജോലി ചെയ്തിട്ടുണ്ട് കുറച്ച് കാലം. പക്ഷേ എനിക്കതിന് ടൈം ഒന്നും ശരിയാവുന്നില്ല. എൻ്റെ ഫാമിലിയും എൻ്റെ പിള്ളേരെയും ഒന്നും നോക്കാൻ എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ചു. പിന്നെ ഞാൻ കുറച്ച് ഫാമിലി അഡിക്റ്റഡാണ്. അപ്പോൾ എനിക്ക് പിള്ളേരെ വിട്ട് ഉള്ള പരിപാടി ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് അങ്ങനെ ഒരു ജോലി എനിക്ക് ആക്കി തരുമോ മാതാവേന്ന് ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു. എപ്പോഴും ചോദിക്കുമായിരുന്നു. അങ്ങനെ ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ മിനിസ്ട്രിയിലോട്ടുള്ള ഹോസ്പിറ്റലിലോട്ടുള്ള ജോലിയായിട്ടാണ് എന്നെ എടുത്തത്. പക്ഷേ ഫൈനലി എല്ലാം കിട്ടിക്കഴിഞ്ഞ് വന്നപ്പോൾ സ്കൂൾ ഹെൽത്തിലോട്ടാണ് എനിക്ക് ജോലി കിട്ടിയത്. അതെന്ന് വെച്ചാൽ എനിക്ക് മോർണിംഗ് മാത്രം പോയാൽ മതി, 2 days ഓഫ്, അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതെനിക്ക് മാതാവ് എന്നെ വെയിറ്റ് ചെയ്യിച്ച് എനിക്കൊരു വലിയ അനുഗ്രഹം തന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മാതാവിനോട് ഒത്തിരി നന്ദി പറയുന്നു. ആ ജോലി ഇനി സ്ഥിരമായി കണ്ടിന്യൂ ചെയ്ത് പോകാനാണ് ഞാൻ മാതാവിനോട് ഇപ്പോഴും പ്രാർത്ഥിക്കുന്നത്. ഇത്രയും നല്ലൊരു ശമ്പളം കുറവാണെങ്കിലും നല്ലൊരു ജോലിയാണത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഹാപ്പിയാണ്. ഞാൻ ആഗ്രഹിച്ച പോലൊരു ജോലി ആയതുകൊണ്ട്. രണ്ടാമതായിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞ കാര്യം, എൻ്റെ ഒരു പഴയ വീടായിരുന്നു. അപ്പം അച്ചാച്ചി മരിച്ചു, 2020 മരിച്ചു. അത് കഴിഞ്ഞ് മമ്മി ഒറ്റയ്ക്ക് അവിടെ താമസിക്കുന്ന അത്ര നല്ലതല്ലാത്തതുകൊണ്ട് ആ വീട് വിറ്റിട്ട് മമ്മിയുടെ വീടിൻ്റെ അടുത്തൊരു വീട് വെക്കണം എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം
ആ വീട് വിൽക്കാൻ ഞങ്ങൾ 2016 തൊട്ട് ഞങ്ങൾ ട്രൈ ചെയ്യുന്നതാണ്. പല പല തടസ്സങ്ങളായിട്ട് അത് വിൽക്കാൻ പറ്റാണ്ടായിട്ട് പലരും വീടിൻ്റെ മുടക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീടൊന്ന് വിൽക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഉടമ്പടി എടുത്ത് ഈ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടിട്ട് ഒരു 2-3 മാസത്തിനുള്ളിൽ എൻ്റെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്ന ആൾ തന്നെ അത് മേടിക്കാമെന്ന് പറയും. ഞങ്ങളത് 2021 അതിൽ ഫുൾ വിൽക്കുകയും ചെയ്തു. അതുപോലെ തന്നെ 2023 ഞങ്ങൾ വേറൊരു വീട് മേടിച്ചു, വെച്ചു, പുതിയൊരു വീട് വെക്കുകയും മമ്മിയുടെ വീടിൻ്റെ അടുത്ത് തന്നെ. അപ്പം മമ്മി ഒറ്റയ്ക്കായതുകൊണ്ടും എനിക്കൊരു അനിയത്തിയാണ് ഉള്ളത്. അപ്പോൾ വേറെ ആരും മമ്മീനെ ഹെൽപ്പ് ചെയ്യാനില്ലാത്തതുകൊണ്ട് മമ്മിയുടെ വീടിൻ്റെ അടുത്തും മമ്മിയുടെ അറിയുന്ന ആൾക്കാരുടെ അടുത്തും മമ്മീനെ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ പറ്റി. അത് വലിയൊരു മാതാവ് തന്ന വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുവാണ്. പിന്നെ നാലാമതായിട്ട് ഞാൻ പറഞ്ഞത് എൻ്റെ നാത്തൂൻ 2 വട്ടം പ്രഗ്നൻസി ലോസ് ആയിട്ടുണ്ടായിരുന്നു. അവളുടെ ആദ്യത്തെ ബേബിയും ഹെൽത്തി അല്ലായിരുന്നു. പിന്നെ ഒരു 1 ഇയർ കഴിഞ്ഞ് അവർ വീണ്ടും പ്രഗ്നൻ്റ് ആയി, അതും ലോസ് ആയിരുന്നു. അപ്പം ഞാൻ അന്നേരം ജസ്റ്റ് പ്രാർത്ഥിച്ചേ ഉള്ളൂ. ഈ ഉടമ്പടി എടുത്ത സമയത്ത് അവൾക്ക് അപ്പൻഡിസൈറ്റിസ് ആയി. 6th മന്ത് പ്രഗ്നൻസിയിൽ അപ്പൻഡിസൈറ്റിസ് ആയിരുന്നു. അപ്പം ആ 6th മന്തിൽ അവൾക്ക് അപ്പൻഡക്ടമി ചെയ്യണമെന്ന് പറഞ്ഞു. നമ്മൾ തൃശ്ശൂർ തന്നെയാണ് കാണിച്ചത്. അത് കഴിഞ്ഞിട്ട് അവളെ എന്തായാലും ദൈവാനുഗ്രഹം കൊണ്ട് റിസ്ക്കാണ് ആ 6th മന്തിൽ അപ്പൻഡക്ടമി ചെയ്യാന്നുള്ളത് കുഞ്ഞിന് റിസ്ക് ആയാണ്. അതെല്ലാവർക്കും നഴ്സുമാർക്കൊക്കെ അറിയാം. പക്ഷേ എന്തായാലും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു കുഴപ്പവും കൂടാണ്ട് അവൾക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ആൺകുഞ്ഞിനെ നൽകി മാതാവ് അവളെയും അവളുടെ കുടുംബത്തെ അനുഗ്രഹിച്ചു. പിന്നെ ഞാൻ പറഞ്ഞ എൻ്റെ അനിയത്തിയുടെ വിവാഹകാരിയായിരുന്നു. അവളിങ്ങനെ അച്ചാച്ചി മരിച്ചു കഴിഞ്ഞപ്പം മമ്മി ഒറ്റയ്ക്കാവുമല്ലോ എന്ന് പറഞ്ഞ് അവൾ കല്യാണം കഴിക്കാൻ മടിച്ച് നിൽക്കുമായിരുന്നു. പല പല കല്യാണം വന്ന് അവൾക്ക് ശരിയാവുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയാവുന്നില്ല, അങ്ങനെ പല പല കാര്യങ്ങളും വന്ന് ബുദ്ധിമുട്ടായിട്ടിരിക്കുമായിരുന്നു. പിന്നെ ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഇതും നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും മാതാവ് അവൾക്ക് പറ്റിയൊരു പേരിനെ കൊടുത്ത് അവളുടെ വിവാഹം വളരെ മനോഹരമായിട്ട് എനിക്ക് നടത്താൻ പറ്റി. അച്ചാച്ചി ഇല്ലാതെ ഞാനും എൻ്റെ ഹസ്ബൻഡും വേണം എല്ലാ കാര്യത്തിലും ഉത്തരവാദിത്വം എടുത്ത് ചെയ്യാനായിട്ട്. എനിക്കതൊന്നും അറിയത്തൊന്നും ഇല്ലായിരുന്നു. പക്ഷേ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായിട്ട്. അച്ചാച്ചി ഇല്ല എന്നുള്ളൊരു കുറവ് വരുത്താതെ എൻ്റെ അച്ചാച്ചിയുടെ വീട്ടുകാരും മമ്മിയുടെ വീട്ടുകാരും ചേർന്ന് ഞാൻ തന്നെ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത പോലെ അത്ര മനോഹരമായിട്ട് കഴിഞ്ഞ വർഷം അവളുടെ വിവാഹം നടക്കുകയും ചെയ്തു. മാതാവ് എന്നെ ഒത്തിരി അനുഗ്രഹിച്ചു. ഇപ്പോഴും എന്നെ മാതാവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഓരോ നിമിഷവും എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഓരോ നിമിഷവും മാതാവ് ഈശോ ഇടപെടുന്നുണ്ട്. എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിന് ഈശോയ്ക്ക് നന്ദി. ഇന്നാണ് ഞാൻ ഉടമ്പടി ഇന്നാണ് പുതുക്കിയത് ആദ്യമായിട്ട്. എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനും ഈശോയ്ക്കും ഒത്തിരി 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 നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഏറെ പ്രത്യേകിച്ച് ഓൺലൈനിൽ ഉടമ്പടി എടുത്തിട്ട് ലഭിച്ച അനുഭവങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട പറഞ്ഞത്. നമുക്കെപ്പോഴും വിദേശത്ത് പ്രത്യേകമായിരിക്കുന്നവർക്ക് വേണ്ടിയും പ്രത്യേകിച്ച് കൊറോണയുടെ സമയത്താണ് ഈ ഓൺലൈൻ ഉടമ്പടി ഇവിടെ ആരംഭിക്കുന്നതും. അപ്പം അച്ഛനെപ്പോഴും അത് ആരാധന പറയാനുണ്ട്. തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഓൺലൈനിലൊക്കെ ആളുകൾ പ്രാർത്ഥന തുടങ്ങിക്കഴിഞ്ഞാൽ ഇവർ ഗൗരവമായിട്ട് ഈ പ്രാർത്ഥന എടുക്കുമോ എന്നുള്ളൊരു സംശയമൊക്കെ തുടക്കത്തിലുണ്ടായിരുന്നു. പക്ഷേ വർഷങ്ങൾക്കിപ്പുറം നിൽക്കുമ്പം ഓൺലൈൻ ഉടമ്പടി ഏറെ പ്രധാനപ്പെട്ട ഇവിടെ എത്തിച്ചേരാനായിട്ട് പറ്റാത്ത ഒരുപാട് പേര് ഇത് പ്രാർത്ഥിക്കുകയും അപ്പം വലിയ അനുഭവങ്ങളുമായിട്ട് ഇവിടെ വരികയും ഇദ്ദേഹം പറഞ്ഞതുപോലെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുവാൻ തക്കവിധമുള്ളൊരു ദൈവാനുഭവം അകലെ നിന്ന് ലൈറ്റ് എ ക്യാൻഡിലിട്ട് പ്രാർത്ഥിക്കുന്നവർക്ക് പോലും ലഭിക്കുന്നു എന്ന സാക്ഷ്യങ്ങൾ എല്ലാ ആഴ്ചയും തന്നെ ഇവിടെ വരാറുണ്ട്. അപ്പം അതിനർത്ഥം ഈ ഒരു പ്രത്യക്ഷീകരണം അല്ലെങ്കിൽ പരിശുദ്ധ അമ്മ ഈ ഒരു ആലയത്തിലെ ഒരു പ്രത്യേക ദൈവസാന്നിധ്യം ഉണ്ട് എന്ന് വിശ്വസിപ്പിക്കുവാനായിട്ട് ഒരു ചെറിയൊരു പ്രാർത്ഥന പോലും അകലെ നിന്ന് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ പോലും അവിടെ ജീവിതത്തിൽ അത് ഒരു സാന്നിധ്യമായിട്ട് വരുന്നുണ്ട്. കാരണം നിങ്ങൾക്കറിയാം, ഇവിടെ സാക്ഷ്യം പറയുന്നവരുടെ സാക്ഷ്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഒരുപാട് ദൂരത്ത് നിന്ന് ഈ ഉടമ്പടിയിലേക്കും സാക്ഷ്യം പറയാനൊക്കെ ഒരുപാട് പേര് എത്തിച്ചേരുമ്പോൾ അവർക്കൊക്കെ ഒരു അനുഭവത്തിൻ്റെ ഒരു തലമുണ്ട്. അവിടെ നിന്ന് ദൂരെ നിന്ന് ഒരുപക്ഷെ കേട്ടോ ആരെങ്കിലും പറഞ്ഞോ ആരെങ്കിലും പറയുന്ന സാക്ഷ്യം കേട്ടോ ഒക്കെ ഇതിൽ സത്യമുണ്ടോ എന്ന് കരുതിയോ അല്ലെങ്കിൽ പൂർണ്ണ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ മാതാവ് ആ പ്രാർത്ഥനയെ ഓണർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പിന്നീട് ഇങ്ങോട്ടൊരു ഉടമ്പടിയിലേക്ക് വരാനുള്ളൊരു പ്രത്യേക ഒരു ക്ഷണം ഒരു ദൈവം. കാരണം ഇത്രയും അകലെ നിന്ന് പ്രാർത്ഥിക്കുമ്പം ഇത്രയും അനുഭവം നൽകുന്ന പരിശുദ്ധ അമ്മയുടെ നടയിലെത്തുമ്പം കൂടുതൽ ജീവിതം ക്രമപ്പെടുമെന്നുള്ള അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളൊരു ചിന്ത ഇപ്പോൾ ഒരുപാട് ഏറെ പ്രത്യേകിച്ച് പുറത്തുനിന്നുള്ള ഒരുപാട് ഉടമ്പടി സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ എല്ലാവരും ഫസ്റ്റ് ചെയ്യണത് ഓൺലൈനിൽ ഉടമ്പടി എടുക്കുക, ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ ഇടുക.
അത് കൃത്യമായിട്ട് അവർ ചെയ്യും. ആ അനുഭവം അവർക്ക് ലഭിക്കും. പിന്നീട് ഇവിടെ അൾത്താര വരെ എത്തുന്ന അവരുടെ വിശ്വാസത്തിൻ്റെ അനുഭവങ്ങളാണ്. അപ്പോൾ മാതാവ് ഈ കാര്യത്തിൽ വളരെ ഗൗരവമുള്ള ഒരു വ്യക്തിയാണെന്നുള്ള കാര്യം നിങ്ങൾ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാണ്. ഇങ്ങനെ ഇടമുറിയാതെ ഓരോ ദിവസവും എല്ലാ മതത്തിൽ നിന്നുള്ളവരും എല്ലാ പ്രായഭേദമന്യേയും അൾത്താരയിൽ അവരുടെ ജീവിതത്തിൽ നിന്ന് ദൈവത്തെ നമുക്ക് പറഞ്ഞു തരുമ്പം അത് എന്ത് വലിയ അനുഭവമാണ്. എത്രയോ പേരുടെ സാക്ഷ്യങ്ങൾ മാറ്റി നിർത്തിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യങ്ങളാണ് പറയിപ്പിക്കുന്നതും അതിൽ പ്രധാനപ്പെട്ടത് മാത്രമാണ് എല്ലാവരും കാണുവാൻ വേണ്ടി നമ്മൾ പുറത്തേക്ക് വിടുന്നത്. അപ്പം അങ്ങനെ ഒരു ദൈവാനുഭവത്തിൻ്റെ ഒരു ആലയമായിട്ട് ഇത് മാറണമെങ്കിലും ഇതിലൊരു ദൈവസാന്നിധ്യം ഉണ്ട് എന്നുള്ള കാര്യം ഒരു സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പം 1 മിനിറ്റ് വരുന്നവരും ഒന്ന് വന്നു പോയി പ്രാർത്ഥിക്കുന്നവരും ഒക്കെ അനുഭവമായിട്ട് വരുവാനായിട്ട് മാതാവ് ഇടവരുത്തുന്നു. മാതാവ് അപ്പോൾ തൻ്റെ പ്രത്യക്ഷീകരണത്തിൽ അനേകർ വിശ്വസിക്കണമെന്നും ഒരുപാട് പേർ ക്രിസ്തുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുള്ളതാണ്. ഒരു ഉടമ്പടി എടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നു എന്നുള്ളതറിയാം. നിങ്ങൾ ഇവിടെ വരുന്നതോ ഇവിടെ ആൾ കൂടുന്നതോ ഇവിടെ ഉടമ്പടിയുടെ പൈസ കിട്ടുന്നതെന്നല്ല. ഒരു വ്യക്തി ഒരു ഉടമ്പടി എടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നുള്ള സാക്ഷ്യം കേട്ടാൽ മനസ്സിലാവും. ഒരു വ്യക്തി പൂർണ്ണമായിട്ടും അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ക്രിസ്തുവിലേക്ക് മാറുന്നു. അപ്പോൾ ഇതൊരു വലിയൊരു ദൈവിക പദ്ധതിയാണ്. അമ്മ ആഗ്രഹിക്കുന്നൊരു പദ്ധതിയാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മ ഇനിയും വലിയ അനുഭവങ്ങൾ നൽകി പ്രാർത്ഥനയോടൊപ്പം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു സാക്ഷ്യം ഏറെ പ്രത്യേകിച്ച് ഓൺലൈനിലും ഒരുപാട് വിദേശത്തുമൊക്കെയായി വിവിധങ്ങളായ പ്രാർത്ഥനയിലായിരിക്കുന്നവർക്ക് സഹായമായി തീരട്ടെ എന്നും പരിശുദ്ധ അമ്മ ഓൺലൈനിൽ ഉടമ്പടി എടുക്കുന്ന നിയോഗങ്ങളുടെ മേൽ പ്രത്യേകം സാന്നിധ്യം പ്രകടമാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടും. ആദ്യമേ തന്നെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ ഓൺലൈൻ ഉടമ്പടിയിൽ ലാസ്റ്റ് ഓൺലൈൻ ഉടമ്പടിയിലെ ഒരു നിയോഗം തന്നെ 2024 ഡിസംബർ 7 മുമ്പ് പരിശുദ്ധ അമ്മയുടെ ഈ അൾത്താരയിൽ വന്ന് നിന്ന് സാക്ഷ്യം പറയാൻ പറ്റണേന്നായിരുന്നു. എൻ്റെ പേര് ജഷീബ. ഞാനൊരു ഹിന്ദുവാണ്, ഒരു നഴ്സാണ്. സൗദിയിൽ 14 വർഷമായിട്ട് നഴ്സ് മാനേജറായിട്ട് വർക്ക് ചെയ്യുവാണ്. ഞാൻ എൻ്റെ കുഞ്ഞുനാൾ മുതൽ ഈശോയെയും പരിശുദ്ധ അമ്മയും അറിഞ്ഞു വളർന്ന ഒരാളാണ്. ഞാനൊരു ബോർഡിംഗ് സ്കൂളിലും മടമകം ബോർഡിംഗ് സ്കൂളിൽ പഠിച്ചതുകൊണ്ട് എനിക്ക് ഈശോയെയും പരിശുദ്ധ അമ്മയും പ്രാർത്ഥനകളും എല്ലാം ഒരുപാട് ഇഷ്ടമായിരുന്നു. ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാനൊരു വീട് വെച്ചു. എല്ലാ പ്രവാസികളും ആഗ്രഹിക്കുന്നത് പോലെ ഒരു വീട് വെച്ചു. ആ വീടിന് വേണ്ടി കടമെടുത്ത് പലിശ കടത്തിപ്പെട്ട് ഞങ്ങളുടെ ജീവിതം തന്നെ താറുമാറായ ഒരവസ്ഥയിലാണ് ഞാൻ 2021 ഒക്ടോബർ 17 ഓൺലൈൻ ഉടമ്പടി എടുത്തത്. അതിനുശേഷം ഞാൻ പ്രാർത്ഥനാ ജീവിതം ആരംഭിച്ചു. എൻ്റെ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിച്ചു. കുറേയേറെ മാറ്റങ്ങളുണ്ടായി. എന്നിട്ട് ഞാൻ അടുത്ത വെക്കേഷൻ വന്ന സമയത്ത് ഫെബ്രുവരിയിൽ 2022 22-ാം തീയതി ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. 6 നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു. മെയിനായിട്ട് എൻ്റെ ഒന്നാമത്തെ നിയോഗം ഞങ്ങളുടെ കടബാധ്യതകളും കുറച്ചെങ്കിലും ഒന്ന് മാറ്റിത്തന്ന് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി തരണമേ ദൈവമേ എന്നായിരുന്നു. ഞങ്ങളുടെ കടബാധ്യതകൾ മാറ്റാനായിട്ട് ഞങ്ങളുടെ മുമ്പിലൊരു വഴിയെന്ന് പറയണത് ഞങ്ങൾ ആഗ്രഹിച്ച് മോഹിച്ച് പണിത് ആ വീട് തന്നെ വിൽക്കാമെന്നുള്ളതായിരുന്നു. അത് വിൽക്കാൻ പറ്റി. ഞങ്ങളൊരു 4 വർഷമായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നതായിരുന്നു. എന്നിട്ട് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അത് ഞങ്ങൾക്ക് വിൽക്കാനുള്ളൊരു സാഹചര്യം ഒത്തു വന്നു. അങ്ങനെ ഞങ്ങളുടെ കുറേ കടബാധ്യതകൾ മാറിക്കിട്ടി. പിന്നീട് എനിക്കെൻ്റെ ഫാമിലിയെ കൂടെ നിർത്തണമെന്നുണ്ടായിരുന്നു. കാരണം എനിക്കൊരു മകളാണ്. മകൾ വളർന്നു വരുന്നതാണ്. കൂടെ നിർത്തണമെന്ന് ഏതൊരമ്മയെ പോലെ ഞാനും ആഗ്രഹിച്ചു. എൻ്റെ കുഞ്ഞിനെയും എൻ്റെ ഭർത്താവിനെയും കൂടെ നിർത്താൻ പറ്റണമേ എന്ന് പരിശുദ്ധ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ അവരെ കൂടെ കൊണ്ടുവന്ന് നിർത്താനും എനിക്ക് സാധിച്ചു. ഇനി എനിക്ക് പറയാനുള്ളത് മെയിനായിട്ട് എൻ്റെ ഒരു സാക്ഷിയാണ്. എൻ്റെ ഉടമ്പടിയിലില്ലാത്ത, എൻ്റെ നിയോഗത്തിൽ വെക്കാത്തൊരു സാക്ഷിയാണ്. എൻ്റെ ഹസ്ബൻഡും ഫാമിലിയും ഹസ്ബൻഡിൻ്റെ അമ്മയും എല്ലാവരും കൂടി സൗദിയിലേക്ക് എത്തിയ അന്ന് ഒരുപാട് സന്തോഷത്തോടു കൂടി ഞാൻ അവരെ എയർപോർട്ടിൽ നിന്ന് കൊണ്ടുവന്ന് എൻ്റെ ഹസ്ബൻഡിന് 2-3 ദിവസമായിട്ട് ഭയങ്കര ക്ഷീണവും ഉറക്കമില്ലായ്മയൊക്കെ ആയിരുന്നു. പോരുന്നതിൻ്റെ ക്ഷീണവും ഓടി നടക്കുന്നതൊക്കെ കൊണ്ട്. അപ്പോൾ എന്താണോ ഞങ്ങൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന ആളെ ഞാൻ വിളിച്ചിട്ട് ഞാനൊരു ഗ്യാസ് കുറ്റി എടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ താഴത്തേക്ക് പോയി. ഗ്യാസ് കുറ്റി എടുത്ത് ഞങ്ങൾ ഒരു 2 സ്റ്റെപ്പ് വെച്ചതേ ഉള്ളൂ. പുറകിൽ നിന്നിട്ട് അതിഭയങ്കരമായൊരു സൗണ്ട് കേട്ടാണ് ഞാൻ തിരിഞ്ഞു നോക്കുന്നത്. ഞാൻ മുമ്പിലായിരുന്നു എൻ്റെ പൊസിഷൻ. ഞാൻ തിരിഞ്ഞു നോക്കുമ്പം വല്ലാത്ത രീതിയിൽ എൻ്റെ ഹസ്ബൻഡ് സിവിയർ സീഷറാണ്, കൂടാണ്ട് ഭയങ്കര സൗണ്ടും. ആ സീഷറാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ അത്രയും നല്ല പൊക്കത്തിലുള്ള ആൾ നല്ല രീതിയിൽ താഴത്തേക്ക് വീണു. തല പൊട്ടിയിട്ടുണ്ടാവുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. ആ വീണ ഉടനെ തന്നെ ബോധം പോയി.
ഞാൻ എൻ്റെ പരിശുദ്ധ അമ്മയെ എൻ്റെ കുഞ്ഞുമകളെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്, 8 വയസ്സുള്ള മോള്. എൻ്റെ പരിശുദ്ധ അമ്മയെ, എൻ്റെ കൃപാസന അമ്മയെന്ന് വിളിച്ച് പറഞ്ഞ് എൻ്റെ കഴുത്തിൽ ഇവിടെ നിന്ന് കൊണ്ടുപോയൊരു കൊന്തയുണ്ടായിരുന്നു. ആ കൊന്ത ഞാൻ ഒരു കഴുത്തിലിട്ടു, ഹസ്ബൻഡിൻ്റെ കഴുത്തിലിട്ടു. ഞാൻ CPR സ്റ്റാർട്ട് ചെയ്തു. എവിടെ നിന്ന് എനിക്ക് ധൈര്യം വന്നെന്ന് എനിക്കറിയില്ല. ഞാൻ CPR ചെയ്തു, 3 തവണ CPR ചെയ്തു. എൻ്റെ ഹസ്ബൻഡിൻ്റെ ബോധം തെളിഞ്ഞു. ഞാൻ ഹെൽപ്പ് ചോദിച്ചു. പെട്ടെന്ന് തന്നെ എൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ആളുകൾ വന്നു. ഞാൻ CPR കൊടുത്തപ്പോൾ ഹസ്ബൻഡ് ബോധം തെളിഞ്ഞു. പക്ഷേ ഹസ്ബൻഡിന് ഓറിയൻറ്റേഷൻ ഇല്ലായിരുന്നു, ഏതാണ് എവിടെയാണെന്നൊന്നും അറിയാൻ പാടില്ലാത്ത അവസ്ഥ. പിന്നീട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് ഡോക്ടർ ചോദിച്ചു, പല കാര്യങ്ങളും ചോദിച്ചു. ഹിസ്റ്ററി ഉണ്ടോയെന്ന് ചോദിച്ചു. ഒരു ഹിസ്റ്ററി ഇല്ല, ഒരു കുഴപ്പമില്ലാത്ത ആളാണ്. പിന്നെ പെട്ടെന്ന് CT സ്കാൻ എടുത്തു. CT സ്കാനായിരുന്നു എന്നെ ഏറ്റവും പേടിപ്പിക്കുന്ന കാര്യം. സീഷർ വന്നാലും അത് നമുക്ക് മാറ്റാം, ടെമ്പററി സീഷറാണ്. പക്ഷേ CT സ്കാനിൽ അത്രയും ഹൈറ്റിൽ നിന്ന് വീണ ഒരാളുടെ തല എന്താണെങ്കിലും സിമൻറ്റ് തറയിൽ വീഴുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചിരിക്കുമെന്ന് എനിക്കറിയാം. ഒരു നഴ്സ് എന്ന രീതിയിൽ അതെനിക്ക് ഊഹിക്കാൻ പറ്റുമായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അമ്മയോട്. കാരണം തല പൊട്ടി ചോര എൻ്റെ കയ്യിൽ നിന്ന് മുഖത്തുമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും ഒരു ഇഞ്ചുറി ഞാൻ പ്രതീക്ഷിച്ചു. ഞങ്ങൾ CT സ്കാനിന് കയറ്റി. ഞാൻ എൻ്റെ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചു. തൈലം തൊട്ടു. തൈലം ആ സമയത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചു. അവിടെ CT സ്കാൻ കയറി ഇറങ്ങിയപ്പോൾ ഡോക്ടർ പറഞ്ഞു CT സ്കാനിൽ ഒരു കുഴപ്പമില്ല. എനിക്ക് ഭയങ്കര സമാധാനമായി. പിന്നെ ഞങ്ങൾ അവിടെ ഹോസ്പിറ്റലിൽ നിന്ന് വാർഡിലേക്ക് മാറ്റി. അവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു തവണ കൂടി സീഷർ വന്നു. സിവിയർ സീഷർ, കണ്ടു നിൽക്കാൻ പറ്റാത്തത്ര സിവിയർ സീഷർ. ഞാൻ എൻ്റെ കാശുരൂപം പിടിച്ച് കയ്യിൽ ചേർത്ത് പിടിപ്പിച്ച് പ്രാർത്ഥിച്ചു. ആ സീഷറും സ്റ്റോപ്പ് ചെയ്തു. ഡോക്ടറിനോട് പറഞ്ഞു, ഇനിയൊരു സീഷർ കൂടി വന്നാൽ ICU കയറ്റേണ്ടി വരും. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. സിവിയറായിട്ടുള്ള ഫിനാൻഷ്യൽ ക്രൈസിസ്. അതുകൂടാണ്ട് അന്ന് തന്നെ എൻ്റെ ഹസ്ബൻഡ് വീണു. ഒരുപാട് പേര് എന്നെ കുറ്റപ്പെടുത്തി, എന്തുകൊണ്ട് ഈ ഫിനാൻഷ്യൽ ക്രൈസിസിൽ ഹസ്ബൻഡിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്ന്. എനിക്ക് തോന്നുന്നത് എൻ്റെ മാതാവ് അവിടെ എത്തിച്ചത് ആ സമയത്ത് ഞാൻ കൂടെ ഉണ്ടായിരിക്കാനും നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടാനും വേണ്ടിയിട്ടായിരുന്നു. എനിവേ എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ചെയ്തു. എല്ലാ ചികിത്സകളും കൊടുത്തു, എല്ലാ ടെസ്റ്റുകളും ചെയ്തു, എല്ലാം നെഗറ്റീവായി. MRI ചെയ്തു, എല്ലാ ടെസ്റ്റുകളും ചെയ്തു, എല്ലാം നെഗറ്റീവായി. പിന്നീട് സീഷർ വന്നിട്ടേ ഇല്ല. 1 മാസത്തേക്ക് മെഡിസിൻ തന്നു. 3-ാമത്തെ ദിവസം ഹസ്ബൻഡ് ഡിസ്ചാർജ് ചെയ്തു. ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു എൻ്റെ പരിശുദ്ധ അമ്മയുടെ ഒറ്റ സഹായത്താൽ മാത്രമാണ് എൻ്റെ ഹസ്ബൻഡിന് ഒരു കുഴപ്പവും കൂടാണ്ട് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റിയത്. അതുകൂടാണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്, സൗദി അറേബ്യയാണ്. ഭീമമായ ഒരു തുകയാണ് ബില്ല്. ഞങ്ങൾ വിസിറ്റിങ്ങിലായിരുന്നു. ഹസ്ബൻഡ് ഇൻഷുറൻസ് കവറേജ് ഇല്ല. എന്നിട്ട് പോലും എൻ്റെ സുഹൃത്തുക്കളൊക്കെ കൂടി ട്രൈ ചെയ്ത് ഇൻഷുറൻസ്, എമർജൻസി രീതിയിലുള്ള ഇൻഷുറൻസ് ഉറപ്പാക്കി തന്നു. ഒരു പൈസ പോലും അടയ്ക്കേണ്ടാണ്ട് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റി. ഇന്നിപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് 1 വർഷം കഴിഞ്ഞു, ഒരു കുഴപ്പവും ഇല്ല, സമാധാനമായിട്ടിരിക്കുന്നു. ഇതുവരെ സീഷർ ഡിസോർഡർ വന്നിട്ടില്ല. പിന്നെ എനിക്ക് ഒരുപാട് ചെറുതും വലുതുമായിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ തന്നിട്ടുണ്ട്. ഞാൻ ഈ 2024 എൻ്റെ ജീവിതം എന്ന് 2023 എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് പ്രതിസന്ധികളിൽ കൂടി കടന്നുപോയി. സ്റ്റാർട്ട് ചെയ്തത് തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീഴ്ചയിലൂടെ ആയിരുന്നു. അതിൽ നിന്ന് റിക്കവർ ചെയ്ത് ഞാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും എനിക്കൊരു ബാഡ് ന്യൂസ് കിട്ടി. എന്നെ പൊസിഷനിൽ നിന്ന് മാറ്റി. ഞാനൊരു നഴ്സ് മാനേജറാണ്. ആ ഹോസ്പിറ്റലിലെ ബെസ്റ്റ് നഴ്സ് മാനേജറിന് 2 തവണ അവാർഡ് വാങ്ങിച്ച ആളാണ് ഞാൻ. അവിടുത്തെ CNOയ്ക്കും CEOയ്ക്കും ഏറ്റവും പ്രിയപ്പെട്ട ഒരു മാനേജറായിരുന്നു ഞാൻ. എന്നിട്ട് പോലും എനിക്ക് എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ പേരിൽ എൻ്റെ പൊസിഷനിൽ നിന്ന് മാറേണ്ടി വന്നു. ജോലിയിലെ ഒരു പ്രോബ്ലം കൊണ്ടുമല്ല. എന്നിട്ട് എനിക്ക് ആ സമയത്ത് പിടിച്ചു നിൽക്കാൻ പറ്റിയത് എൻ്റെ പരിശുദ്ധ അമ്മയുടെ ഒറ്റ സഹായത്തോടു കൂടിയാണ്. ഞാനത് ഓവർകം ചെയ്തു. എൻ്റെ ഫാമിലിയെ കോൺസെൻട്രേറ്റ് ചെയ്തു. എനിക്ക് കിട്ടിയ തസ്തികയിൽ ഞാൻ ജോലി ചെയ്തു. അതിനുശേഷം എനിക്ക് അടുത്ത പ്രതിസന്ധി വന്നു. അച്ഛൻ എപ്പോഴും പറയുന്നത് പോലെ ഉടമ്പടിയിലിരിക്കുമ്പോൾ നമുക്ക് പ്രതിസന്ധികൾ വന്നുകൊണ്ടിരിക്കും. പക്ഷേ അഗ്നി നമ്മുടെ തൊടില്ല, വെള്ളം നമ്മളെ ബാധിക്കില്ലെന്ന് പറയുന്ന പോലെ ഒന്നും എന്നെ ബാധിച്ചില്ല. എല്ലാം സഹിക്കാനുള്ള ശക്തി എൻ്റെ പരിശുദ്ധ അമ്മ എനിക്ക് തന്നു. എല്ലാത്തിലും എൻ്റെ കൂടെ നിന്നും. പൊസിഷൻ മാറി 1 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് അടുത്ത ബാഡ് ന്യൂസ് വന്നു. എനിക്ക് 1 ഇയർ കൂടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ അതിനും ഓക്കെ ആയി. അതും ഞാൻ ഓവർകം ചെയ്തു. ഞാൻ ഏറ്റവും ബെസ്റ്റ് എന്ന് കരുതപ്പെടുന്ന ഒരു ഹോസ്പിറ്റലിലാണ് എനിക്ക് ഇത്രയും വലിയ അനുഭവങ്ങൾ വന്നുകൊണ്ടിരുന്നത്. എന്നിട്ട് പോലും പിടിച്ചു നിൽക്കാനുള്ള ശക്തി എനിക്ക് പരിശുദ്ധ അമ്മ തന്നു. അതിനുശേഷം ഞാൻ 1 ഇയർ ആയ സമയത്ത് പുതുക്കി കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷേ എന്നിട്ട് പുതുക്കി കിട്ടിയില്ല. അപ്പോൾ എൻ്റെ അടുത്ത കടമ്പ എന്ന് പറയുന്നത് പുതിയൊരു ജോലിയാണ്. ഞാനൊരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തു. പല ഹോസ്പിറ്റലിൽ അപ്ലൈ ചെയ്തു. അവസാനം ഏറ്റവും ബെസ്റ്റ് എന്നോട് പറയുന്നൊരു ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ, അരാംകോ ഹോസ്പിറ്റലിൽ നിന്ന് എനിക്കൊരു ഓഫർ വന്നു. ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂവിന് ഞാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു, നിനക്ക് എന്ത് പഠിക്കാനാ, എല്ലാം അറിയാവുന്നതല്ലേ, ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് അല്ലേ. എന്നിട്ട് പോലും ഞാൻ ചുമ്മാ ഗൂഗിളിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ നോക്കിപ്പോയി.
ഞാൻ എന്താണോ നോക്കിയത് അതും മാത്രമാണ് ഇൻ്റർവ്യൂവർ എന്നോട് ചോദിച്ചത്. എനിക്ക് ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് ഇൻ്റർവ്യൂവർ ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഡോക്ടേഴ്സിനോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ് ഒരു നേഴ്സായിട്ടുള്ള എന്നോട് ചോദിച്ചത്. എൻ്റെ പരിശുദ്ധ അമ്മ എനിക്ക് കാണിച്ചു തന്ന എല്ലാ ആൻസറും ഇപ്പോഴും സ്ക്രീൻഷോട്ട് എൻ്റെ ഫോണിലുണ്ട്. അത് മാത്രമാണ് എന്നോട് ചോദിച്ചത്. അതിനെല്ലാം ഞാൻ ആൻസർ പറഞ്ഞു. നല്ല സാലറിയിൽ എനിക്കൊരു ജോലി കിട്ടി. അതിനുശേഷം ഇക്കാമ ട്രാൻസ്ഫർ വേണം. ഇക്കാമ ട്രാൻസ്ഫർ കിട്ടിയില്ലെങ്കിൽ ഞാൻ നാട്ടിൽ വന്നിട്ട് പോകേണ്ടി വരും. അതൊരുപാട് എക്സ്പെൻസാണ്. എനിക്കതിന് ആ സമയത്ത് താങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. എന്നിട്ട് പോലും ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ ആ ഹോസ്പിറ്റലിൽ നിന്ന് വരെ ആർക്കും അവർ ഇക്കാമ ട്രാൻസ്ഫർ കൊടുത്തിട്ടില്ല. ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇക്കാമ ട്രാൻസ്ഫർ തരാം, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് പിന്നീട് ഞാൻ അറിഞ്ഞു എനിക്കെൻ്റെ ലോൺ ബാങ്കിലുള്ളത് കൊണ്ട് എനിക്ക് ഇക്കാമ ട്രാൻസ്ഫർ കിട്ടാൻ പറ്റത്തില്ല. ലോൺ ക്ലോസ് ചെയ്യണം. ലോൺ ക്ലോസ് ചെയ്യാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഞാനൊരു ബെനിഫിറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന്. പക്ഷേ അത് ഇതിൻ്റെ അത്ര വരുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല. എന്നിട്ട് പോലും എൻ്റെ പരിശുദ്ധ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ച, അമ്മേ ഒരു മിറക്കിൾ സംഭവിക്കണേ, ഈ ലോൺ ക്ലോസ് ചെയ്യാൻ പാകത്തിനുള്ള പൈസ നീ എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിച്ചു. അത് കൂടുതൽ തന്ന് അമ്മ അനുഗ്രഹിച്ചു. ഞാൻ ആ സമയത്ത് കൃപാസനത്തിലേക്ക് വിളിച്ച് പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതിനനുസരിച്ച് എൻ്റെ മാതാവ് എനിക്കത് ശരിയാക്കി തന്നു. എൻ്റെ ബെനിഫിറ്റ് എമൗണ്ട് കിട്ടി. എനിക്ക് ലോൺ ക്ലോസ് ചെയ്യാൻ പറ്റി. എല്ലാം കഴിഞ്ഞല്ലോ, ദൈവമേ ഇനി ട്രാൻസ്ഫർ കിട്ടിയാൽ മതിയല്ലോ എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് അടുത്ത പ്രതിസന്ധി വന്നു. എന്താണെന്ന് വെച്ചാൽ എനിക്ക് അവർ ട്രാൻസ്ഫർ തരില്ല എന്ന് പറഞ്ഞു. അവരെനിക്ക് എക്സിറ്റ് അടിച്ചു. ഞാൻ പോലും പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയത്ത് ഒരു മെസ്സേജ് പോലെ എക്സിറ്റ് മെസ്സേജ് എൻ്റെ ഫോണിലേക്ക് വന്നു. ഞാൻ തകർന്നു പോകേണ്ടതാണ്. കാരണം എൻ്റെ ഫാമിലി ഞാൻ അവരെ കൊണ്ടുവരുന്നു നോക്കി വെയിറ്റ് ചെയ്തിരിക്കുന്നു. എത്രയും പെട്ടെന്ന് ട്രാൻസ്ഫർ ആകാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ദിവസങ്ങൾ എണ്ണിയോടെ കഴിയുമായിരുന്നു. അന്നേരമാണ് ഇങ്ങനെയൊരു മെസ്സേജ്. എൻ്റെ അമ്മ എൻ്റെ കൂടെയില്ലായിരുന്നെങ്കിൽ, എൻ്റെ പരിശുദ്ധ അമ്മ എൻ്റെ കൂടെയില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇതിനൊന്നും ഓവർകം ചെയ്യാൻ പറ്റത്തില്ല. എന്നെ അറിയുന്ന ഒരുപാട് പേര്, എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ സുഹൃത്തുക്കൾ, ഞാൻ പഠിപ്പിച്ച സ്റ്റുഡൻസ്, ഇവരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് മാഡത്തിൻ്റെ സ്ഥാനത്ത് ഞങ്ങളായിരുന്നെങ്കിൽ ആത്മഹത്യ ചെയ്തുകൊണ്ടേനെ എന്ന്, എങ്ങനെ പിടിച്ചു നിന്നുവെന്ന്. ഒരു 10 പേരുടെ വായിൽ നിന്നെങ്കിലും ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് എല്ലാവരോടും പറയാൻ ഒരു വാക്കേ ഉണ്ടായിരുന്നുള്ളൂ, അമ്മയിലുള്ള വിശ്വാസം. അമ്മയാണ് എന്നെ നടത്തിയത്, എൻ്റെ പരിശുദ്ധ അമ്മ. അതിനുശേഷം ഞാൻ നാട്ടിൽ വന്നു. എനിക്ക് എൻ്റെ മെഡിക്കലിന് പോയി. മെഡിക്കലിൽ ചെന്ന് ആദ്യത്തെ മെഡിക്കൽ എനിക്ക് അൺഫിറ്റായിപ്പോയി. ഒരുപാട് സ്ട്രെസ്ഡ് ആയിരുന്നു, BP ഹൈ ആയിരുന്നു. രണ്ടാമത് ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് മെഡിസിൻ കഴിച്ചിട്ട് പോയി. ഇവിടെ നിന്ന് നോക്കുമ്പോഴെല്ലാം BP നോർമലായിരുന്നു. അവിടെ ചെന്ന് ഡോക്ടർ ഫസ്റ്റ് ടൈം നോക്കിയപ്പോൾ പിന്നെയും ഹൈ. ഞാനോർത്ത് ദൈവമേ എൻ്റെ ജീവിതം ഇവിടെ തീരുവാണോ എന്ന് ഞാൻ വിചാരിച്ചു. പിന്നീട് ഞാൻ എൻ്റെ കയ്യിൽ ഉപ്പുണ്ടായിരുന്നു. ആ ഉപ്പിട്ട് ഞാൻ കൃപാസനത്തിന് കൊണ്ടുവന്ന് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. ആ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഞാൻ ഡോക്ടറുടെ അടുത്ത് കയറി. ഡോക്ടർ കുറേ നേരം റിലാക്സ്ഡ് ആയിട്ട് എന്നോട് സംസാരിച്ചു. എൻ്റെ BP നോക്കി. ഞാൻ ഫിറ്റായി. ഇന്നിപ്പോൾ എൻ്റെ മെഡിക്കൽ ക്ലിയർ ചെയ്ത് അടുത്ത ട്യൂസ്ഡേ എൻ്റെ ബയോമെട്രിക് കഴിഞ്ഞ് ഞാൻ തിരിച്ച് സൗദിക്ക് പോകാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. എൻ്റെ ജീവിതത്തിൽ ഇത് കൂടാണ്ട് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ പരിശുദ്ധമ്മ ചെയ്തിട്ടുണ്ട്. ബാങ്കിൻ്റെ ലോണിൻ്റെ പ്രോബ്ലംസ് കൊണ്ട് എൻ്റെ സാലറി കട്ടായിപ്പോയി. ആ സമയത്ത് എൻ്റെ സാലറി കട്ടായപ്പോൾ ഞാൻ ഓർത്ത് ദൈവമേ എൻ്റെ ഫാമിലി, എൻ്റെ കുഞ്ഞ് പഠിക്കുന്നു, എൻ്റെ കുടുംബം എങ്ങനെ മുന്നോട്ട് പോകും, ഹസ്ബൻഡിന് ജോലിയില്ല. ആ സമയത്ത് വെറുതെ ഞങ്ങൾ ATM ചെന്നിട്ടൊന്ന് ഇട്ട് നോക്കിയപ്പോൾ മാതാവ് ഒരു എമൗണ്ട് ഞങ്ങൾക്ക് ചിലവിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. എൻ്റെ കോൺട്രാക്റ്റ് കഴിഞ്ഞിരിക്കുന്ന സമയത്ത് പോലും എൻ്റെ ഹോസ്പിറ്റൽ എൻ്റെ ഇക്കാമ റിന്യൂ ചെയ്ത് കിട്ടി. നല്ല എമൗണ്ടാണ് ഇക്കാമ റിന്യൂ ചെയ്യുന്നതിന്. ഹോസ്പിറ്റലുകാർ എന്താണോ എൻ്റെ പരിശുദ്ധ അമ്മയോട് ഞാൻ ലൈറ്റ് ക്യാൻഡിൽ വഴി പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. എൻ്റെ ഇക്കാമ റിന്യൂ ചെയ്ത് കിട്ടി. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ പരിശുദ്ധ അമ്മ എനിക്ക് തന്നു. അച്ഛൻ എപ്പോഴും പറയുന്നത് പോലെ ഈ പ്രതിസന്ധികളിൽ ഉണ്ടാവാത്തൊരു ജീവിതമല്ല ഉടമ്പടി ജീവിതം എന്ന് പറയുന്നത്. ഉടമ്പടി ജീവിതം എപ്പോഴും പ്രതിസന്ധികളുള്ളതാണ്. ആ പ്രതിസന്ധികൾ തരണം ചെയ്ത് മുന്നോട്ട് പോകാനാണ് പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കുന്നത്. ഇതിനിടയ്ക്ക് എനിക്ക് എൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടു. ഏപ്രിൽ അതും ഞാൻ സഹിച്ചു. എനിക്ക് ബാങ്ക് ലോണിൻ്റെ പേരിൽ ട്രാവൽ ബാൻ ഉണ്ടായിരുന്നു. ആ ട്രാവൽ ബാൻ മാറിക്കിട്ടി. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ ചെയ്തു തന്നു. ഞാൻ ചെയ്ത കാരുണ്യ പ്രവൃത്തികളെന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നും അവിടെ നിന്ന് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലല്ലായിരുന്നു. എന്നിട്ട് പോലും ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടി, വേറൊരു സുഹൃത്തും കൂടി ഞങ്ങൾ ആർക്കെങ്കിലും സഹായം ആവശ്യമുണ്ടോ അവർക്ക് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ എന്നെ അറിയുന്ന എല്ലാവരോടും ഞാൻ പരിശുദ്ധ അമ്മയെ പറ്റി സംസാരിക്കും. അവിടെ അൽമുസ എന്ന ഹോസ്പിറ്റലിൽ എല്ലാവരും പറയുന്നത് എന്തെങ്കിലും ആവശ്യം വന്നാൽ, ആർക്കെങ്കിലും അസുഖങ്ങൾ വന്നാൽ ക്രിസ്ത്യൻസ് പോലും ജഷീബനെ വിളിച്ചാൽ മതി, പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി തൈലം ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ എൻ്റെ പരിശുദ്ധ അമ്മയുടെ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുന്നൊരു മകളായിട്ട് അവിടെ ജീവിക്കാൻ എനിക്ക് സാധിച്ചു. ഇനിയുള്ള എൻ്റെ ജീവിതത്തിലും അമ്മയെപ്പറ്റി പറഞ്ഞ്, ഈശോയെ പറ്റി പറഞ്ഞ് എൻ്റെ ജീവിതം ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഞാൻ ഈ അമ്മയുടെ മുമ്പിൽ വെച്ച് പ്രതിജ്ഞ ചെയ്യുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈ ഒരു സാക്ഷ്യത്തിൽ
കൂടുതലായിട്ടും എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാനായിട്ട് ഉടമ്പടി സഹായിച്ചു എന്നുള്ളതാണ് ഈ ഒരു സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അതിൽ വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങൾ അതിന് കാരണമായെന്നുള്ളതും, പക്ഷേ ഈ സാഹചര്യങ്ങളെയൊക്കെ അതിജീവിക്കുമ്പോൾ പരിശുദ്ധ അമ്മ കൈവിട്ടിട്ടില്ല എന്നുള്ള വ്യക്തമായൊരു കമ്മ്യൂണിക്കേഷൻ ഈ ഒരു സാക്ഷ്യത്തിലുണ്ട്. അതിപ്പോൾ ഒരു പരീക്ഷയുടെ കാര്യം പറയുന്ന സമയത്തും അത് നിങ്ങൾ ഈ പ്രത്യേകിച്ച് സ്ഥിരം സാക്ഷ്യം കേൾക്കുമ്പം ഈ വിദ്യാർത്ഥിനികളുടെ സാക്ഷ്യത്തിൽ അവർ ആവർത്തിക്കുന്ന ഒരു കാര്യം, അവർ ഈ ഒരു പ്രാർത്ഥിച്ചൊരുങ്ങി പഠിക്കുമ്പം പരിശുദ്ധ അമ്മ തന്നെ പരീക്ഷ എഴുതിപ്പിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നേരത്തെ തന്നെ അവർ പ്രാർത്ഥിച്ചു നോക്കിയ ചോദ്യങ്ങൾ തന്നെ പരിശുദ്ധ അമ്മ പരീക്ഷയ്ക്ക് ചോദിച്ചു എന്നൊക്കെ പറയുന്ന ആവർത്തിക്കപ്പെടുന്ന ഒരു സാക്ഷ്യങ്ങളിൽ ഒരു കാര്യമുണ്ട്. അതിൽ ഈ ഒരു സാക്ഷ്യത്തിലും വളരെ കട്ടിയുള്ളൊരു പരീക്ഷയിൽ മാതാവ് കൂടെയുണ്ട് എന്ന് മാതാവ് തെളിച്ചു നൽകി. ഇപ്പോൾ പരീക്ഷ ഉത്തരം തന്നതും കോൺഫിഡൻസ് നൽകിയതിനേക്കാളും അപ്പുറം അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് മാതാവ് കൂടെയുണ്ട് എന്നുള്ള വലിയൊരു ബോധ്യമാണ്. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു എന്നൊക്കെ പറയുന്നത് മാതാവ് കൂടെയുണ്ട് എന്നുള്ള വലിയൊരു സാന്നിധ്യം മാതാവ് നൽകി, അല്ലെങ്കിൽ യേശുവിൻ്റെ സാന്നിധ്യം നൽകി എന്നുള്ളതാണ്. ഇത് ഈ സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ളതാണ് പ്രാർത്ഥന എന്നുള്ളത് ബൈബിളിൻ്റെ സത്യമാണ്. ദൈവം എപ്പോഴും പ്രാർത്ഥിക്കുന്ന വ്യക്തികളോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട് എന്ന് ബൈബിളിൽ പറയുമ്പോഴും, പുറപ്പാടിൻ്റെ 14 പറയുന്ന പോലെ കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുമ്പോഴും നമ്മൾ ജീവിതത്തിൽ അതിജീവിക്കേണ്ട ഒരുപാട് മാർഗങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഒരു പരീക്ഷണം പോലെ ദൈവം നമ്മുടെ മുൻപിൽ വെച്ചിട്ടുണ്ടാവും. അതിപ്പോൾ ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് ഇസ്രായേലിലേക്കുള്ള യാത്രയിൽ ദൈവം അഗ്നിസ്തംഭമായിട്ടും മേഘസ്തംഭമായിട്ടും അവർക്ക് സാന്നിധ്യം അറിയിക്കുകയും അവിടെ എല്ലാ സമയങ്ങളിലും കൂടെ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ അവരോടൊപ്പം യുദ്ധം ചെയ്യേണ്ടതും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതും അവരവർ തന്നെയാണെന്നുള്ളത്. അപ്പോൾ ദൈവം ഇപ്പം ഇന്ന് ഉടമ്പടി ആരാധന അച്ഛനെ ഓർമ്മപ്പെടുത്തി ഇരുൾമൂടിയ താഴ്വരയിലൂടെ നടക്കുമ്പോഴും ഭയം എന്തെന്ന് ഞാൻ അറിയത്തില്ലെന്ന് 21 സങ്കീർത്തനം പറയുന്നതിൻ്റെ മറ്റൊരർത്ഥം, ദൈവം നമ്മളെ ഇരുൾമൂടിയ താഴ്വരയുടെയും മരണത്തിൻ്റെ താഴ്വരയുടെയും നടത്തുമ്പോഴും ദൈവം നൽകുന്നൊരു വാഗ്ദാനം, ഭയം നിന്നോടൊപ്പം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഏതിനെ അതിജീവിക്കാനുള്ള അഭിഷേകം നിനക്ക് നൽകുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു സാക്ഷ്യത്തിൽ ഈ മകളും മറ്റൊരു വചനം കോട്ട് ചെയ്യുന്നുണ്ട്, അഗ്നിയിലൂടെ നടന്നാലും അഗ്നി നിന്നെ തീണ്ടുകയില്ല. ഇത് ശിഷ്യന്മാരുടെയും പ്രവാചകന്മാരുടെയും ജീവിതത്തിലൊക്കെ കാണുന്നതാണ്. ഉടമ്പടി ജീവിതം ഉറപ്പായിട്ടും ഇങ്ങനൊരു ടെസ്റ്റ് ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്നൊരു പ്രോസസ്സിലൂടെ കടന്നു പോകും. പക്ഷേ പരിശുദ്ധ അമ്മ നിങ്ങൾക്ക് സാന്നിധ്യം നൽകി കൂടെ സഞ്ചരിക്കും എന്നുള്ളതാണ് സാക്ഷ്യം. അപ്പം അമ്മ നൽകുന്ന ഈ വലിയ സാന്നിധ്യത്തിനെ ഓർത്തും, അപ്പോൾ ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് മാതാവ് സെലക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഈ സാക്ഷ്യം അവസാനിക്കുമ്പോൾ അവിടെയുള്ള സാഹചര്യത്തിലൊരു ആവശ്യം ഉണ്ടാകുമ്പോൾ ഒരു പക്ഷേ എല്ലാവരും ഇദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയെ, ഇദ്ദേഹത്തിൻ്റെ ഉടമ്പടിയിലെ കാര്യങ്ങളെയൊക്കെ ആശ്രയിക്കുന്നു എന്നൊക്കെ പറയുന്ന അത്രത്തോളം ഒരു വ്യക്തികളിലേക്ക് കൂടുതൽ കൃപയും കൂടുതൽ അനുഭവവും മറ്റുള്ളവരിലേക്ക് ചൊരിയുവാനായിട്ട് പ്രത്യേകം ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഉടമ്പടി എടുത്ത് ഒരുപാട് വ്യക്തികളെ ദൈവം അങ്ങനെ തിരഞ്ഞെടുക്കുന്നുണ്ട്. ചിലർ സാക്ഷ്യം പറയുമ്പം വ്യക്തിപരമായി ലഭിച്ചതിനേക്കാളുപരി അനവധി അനുഭവങ്ങൾ ഇങ്ങനെ എണ്ണി പറയുമ്പോൾ നമുക്കത് വ്യക്തമാണ്. കാരണം അവരങ്ങനെ അനുഭവം കിട്ടുന്ന ഉടമ്പടി എടുത്തുകൊണ്ട് മാത്രമല്ല, ഉടമ്പടിയിലെ കാര്യങ്ങൾ കൃത്യമായിട്ടും വ്യക്തമായിട്ടും വിശ്വാസത്തിൻ്റെ സ്ഥിരതയോടെ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ മർക്കോസിൻ്റെ 16:20 പറയുന്നത് പോലെ ദൈവം അടയാളങ്ങൾ കൊണ്ടും അനുഭവങ്ങൾ കൊണ്ടും നമ്മുടെ യാത്രയെ സ്ഥിരീകരിക്കും. പരിശുദ്ധ അമ്മയിലൂടെ ഈ വ്യക്തിക്ക് നൽകിയ ഈ ഒരു വലിയൊരു അനുഭവത്തെ ഓർത്തും ഈ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്തും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വം. പേര് ജോസ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2022 ഏപ്രിൽ 13 ഞാൻ ഉടമ്പടി എടുക്കുവാനായിട്ട് ഇവിടെ വരാനുള്ള കാരണങ്ങൾ എൻ്റെ ഒരുപാട് പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഏറ്റവും കൂടുതൽ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളായിരുന്നു. അതിനുശേഷം എൻ്റെ ഒരു തൊഴിൽ മേഖലയിലുണ്ടായ ഏറ്റവും ഒരു പ്രശ്നം, അത് ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ടാണ് സംഭവിച്ചതും അത് കഴിഞ്ഞ് വന്നതും. അതാണ് ഞാൻ ആദ്യം പറയുന്നത്. കാരണം കഴിഞ്ഞ വർഷം 2023 ജൂലൈ മാസം ഞാനൊരു കരിങ്കൽ കോറി നടത്തുന്ന ഓണർ വേറെ ഒരാളും കൂടിയുണ്ട്, ഒരു മുസ്ലിമാണ്. അവർ എന്നെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ കോറ നടത്തുന്നതെല്ലാം ഞാൻ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ ഈ കോറ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 2023 കഴിഞ്ഞ് ജൂലൈ മാസത്തിൽ വലിയ മഴയൊക്കെ ഉണ്ടായ സമയത്ത്, ഈ മഴയുള്ള സമയത്ത് ഈ കോറകളിൽ പണി നടക്കല്ല് എന്നുള്ള ഒരു ഓർഡറുണ്ട്. അപ്പോൾ ഓർഡർ വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഈ പണി നിർത്തി വെച്ചു. അപ്പോൾ നമുക്ക് ഈ സാധനം എക്സ്പ്ലോസീവ് ഉപയോഗിച്ചാണ് ഈ കോറ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ കോറ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഈ പണിയില്ലാത്ത സമയത്തും ഞങ്ങൾക്ക് ഈ 2 ദിവസം ഈ സാധനം വന്നു. അപ്പോൾ ഈ സാധനം കുറേ ദൂരെ നിന്നാണ് വരുന്നത്. അപ്പം ഞങ്ങളുടെ ഇതിന് സൂക്ഷിക്കാനായിട്ട് വേറൊരു സ്ഥലമുണ്ട്. അത് ഈ കോറയിൽ നിന്നൊരു
7 കിലോമീറ്റർ ദൂരെയാണ്. അപ്പോൾ അവിടുന്ന് ഞങ്ങളത് ഉപയോഗിക്കാൻ വേണ്ടി അതിന് തന്നെ ഒരു വാഹനമുണ്ട്. ആ വാഹനത്തിലേ ഇത് കൊണ്ടുപോകാൻ പാടുള്ളൂ. അങ്ങനെ ഈ പണിയില്ലാത്ത സമയത്ത് ഈ സാധനം വന്നു. ഞാനത് വണ്ടിയെ മേടിച്ചു. അത് നമ്മൾ സൈനൊക്കെ ചെയ്ത് ഒപ്പിട്ട് മേടിക്കണം. മേടിച്ച് ഈ വണ്ടിക്കകത്ത് വെച്ചു. അതിൻ്റെ പിറ്റേ ദിവസവും വന്നു. അതിന് 2 ദിവസം ഈ വണ്ടിക്കകത്ത് തന്നെ ഈ സാധനങ്ങൾ നമ്മൾ സൂക്ഷിച്ച് വെച്ചു. ഞങ്ങളുടെ അങ്ങോട്ട് പോകാമെന്ന് വെച്ചപ്പോൾ ആ പോകുന്ന വഴിക്ക് കുറച്ച് മണ്ണിടിഞ്ഞുകൊണ്ട് വണ്ടി പോവുകയില്ലായിരുന്നു. അവിടെ അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് പണിയൊന്നുമില്ലാത്ത സമയത്ത് ഞാൻ എൻ്റെ മകളുടെ വീട്ടിലേക്ക് പോയി ഞാൻ അവരുടെ വീട്ടിൽ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ചുമ്മാ അതിന് ഫോണില്ലാതെ ഞങ്ങളുടെ കുറേ ക്യാമറയൊക്കെ ഉണ്ട്. അത് ഞാൻ ചുമ്മാ ഈ ക്യാമറ എടുത്ത് നോക്കുമ്പോൾ ഞങ്ങളുടെ വണ്ടിയിൽ ഈ കുറേയുടെ അവിടെ പോലീസ് വണ്ടി വന്നിരിക്കുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്ത് ഇതെന്താ ദൈവമേ പോലീസ് വണ്ടി വന്നേ എന്നോർത്തു. അപ്പോൾ പോലീസ് വണ്ടി വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് അവിടെ നോക്കുമ്പോൾ അതിനകത്ത് നമ്മുടെ ഓഫീസ് തുറന്നിട്ടുണ്ട്. അവിടെ ഒരു പയ്യനുണ്ട്. അപ്പോൾ അവനെ വിളിച്ച് ചോദിച്ചു എന്താണ് പോലീസ് വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു എന്നാന്നറിയത്തില്ല, അവരൊന്ന് ചോദിക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ പോലീസുകാരെ അറിയുന്നതാണ്. അപ്പോൾ ഞാൻ വിളിച്ച് ചോദിച്ചു എന്താ സാറേ എന്ന് ചോദിച്ചു. ഇല്ല, ഇവിടെ ഒന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. അതിനെ അവർ നോക്കിക്കൊണ്ട് ഈ സമയത്ത് കുറേ കഴിഞ്ഞിട്ട് വേറൊരു പോലീസ് വണ്ടി കൂടെ വരുന്നു. അപ്പോൾ എനിക്കെന്തോ ഒരു സംശയം തോന്നി. ഞാൻ എന്നിട്ട് എൻ്റെ കൂടെ വന്നേ പിള്ളേരോട് പറഞ്ഞിട്ട് നമുക്ക് പോവാം. അപ്പോൾ എനിക്ക് ഒരു ചെറിയ ഭയമായി. പോലീസ് വണ്ടി എക്സ്പ്ലോസീവ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ ചോരയുള്ള സാധനമാണ്. അത് അറിയാവുന്നവർക്കേ അറിയത്തുള്ളൂ. അങ്ങനെ ഞാൻ അവിടുന്ന് ഞങ്ങൾ വണ്ടിയെ പോകുന്നു. ഞാൻ അവിടുന്ന് അന്നേരം തന്നെ എൻ്റെ കഴുത്തിൽ ഇവിടുന്ന് വന്ന ഈ കാശുരൂപമുണ്ട്. ഈ കാശുരൂപം എടുത്ത് ഇതേ പിടിച്ചുകൊണ്ടാണ് ഞാൻ ഈ ക്യാമറയെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം പറഞ്ഞു മാതാവേ അവിടുന്ന് എനിക്ക് രക്ഷയുള്ളൂ, എന്നെ സഹായിക്കണം, എന്തോ ചൊറയുണ്ട് എന്നും പറഞ്ഞ് ഞാൻ അവിടുന്ന് വണ്ടിയെ കയറി ഞങ്ങൾ പോകുന്ന ഒരു 55 കിലോമീറ്റർ ദൂരെയാണ് ഞാൻ ഉണ്ടായിരുന്നത്. അവിടുന്ന് ഞാൻ പോകുന്ന സമയത്ത് എൻ്റെ കൂടെയുള്ള വണ്ടി ഓടിക്കുന്നവനും മിണ്ടുന്നില്ല, വേറൊരാളും കൂടെ അയാൾ മിണ്ടുന്നില്ല. ഞാനിങ്ങനെ വിശ്വാസപ്രമാണവും ചൊല്ലി. കാരണം പിന്നെ എൻ്റെ ചിന്ത വെച്ച് ഞാൻ ജയിലിൽ കിടക്കുന്നതൊക്കെ ആയിട്ടുള്ള എൻ്റെ ഓർമ്മ. കാരണം എൻ്റെ മക്കളും എല്ലാം കൂടി ഇതോർത്ത് ഭയങ്കര പ്രയാസങ്ങളാവും. അപ്പോൾ ഇങ്ങനെ സംഭവമൊക്കെ ഉണ്ടായി. കാരണം തെറ്റ് നമ്മുടെ അടുത്തില്ലെങ്കിലും ഇങ്ങനെയൊരു സാധനം വന്നു കഴിഞ്ഞാൽ അവർക്ക് പിടിക്കാം. അങ്ങനെ ഞാൻ അവിടെ വന്നു. ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു 1:30 ആയപ്പോൾ ഞാനവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ സാറിനോട് ചോദിച്ചു. അപ്പം ഞാൻ നോക്കുമ്പോൾ അവിടെയുള്ള ഇതിൻ്റെ മേഖലയിൽ വരാവുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാരും അവിടെയുണ്ട്. ഒരു 10-25 പോലീസുകാർ, ബോംബ് സ്ക്വാഡ്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അവിടെയുണ്ട്. അപ്പോൾ അവർ പിന്നെ എന്നോട് പറഞ്ഞു ജോസേ കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്ന് പറഞ്ഞു. ഞാനവിടെ പോയിരുന്നു. അപ്പോൾ അത് എന്തോ സംഭവം വലിയ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ വന്ന സാറിനോട് ഞങ്ങളുടെ ഇതിൻ്റെ എല്ലാ പേപ്പറുകളും, ഈ സാധനം വന്നതിൻ്റെ എല്ലാ പേപ്പറുകളും ഇതിൻ്റെ ഡോക്യുമെൻ്റ് എല്ലാം കാണിച്ചു കൊടുത്തു. അപ്പോൾ അതെല്ലാം നോക്കി എല്ലാം ഡേറ്റെല്ലാം കണക്കാണ്. പക്ഷേ ഈ സാധനം ഈ വണ്ടിക്കകത്ത് ഇത്രയും സൂക്ഷിക്കാൻ പാടില്ല. അതാണ് അവർ പറഞ്ഞു. ഇത്രയും സാധനം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, അത് അതിൻ്റെ മേശയിൽ തന്നെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഇതിങ്ങനെ അങ്ങോട്ട് വണ്ടി പോവുകയല്ലായിരുന്നു അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുതലാളിമാരെ വിളിച്ചു. അപ്പോൾ അവർ നല്ല ഒരുപാട് പിടിപാടൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു. അപ്പോൾ എനിക്കൊരു വന്നപ്പോൾ മുതലുള്ള പേടി എന്നാ വെച്ചാൽ ഞാൻ കാരണം പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇതിനെപ്പറ്റിയൊന്നും അറിയത്തില്ല, എല്ലാം എൻ്റെ കയ്യിലാണ്. ആ കോറിലേക്ക് വരണമെങ്കിൽ തന്നെ അവരെ എന്നോട് ചോദിച്ചിട്ടേ വരുള്ളൂ. കാരണം അത് അത്രയും ഉത്തരവാദിത്വം എൻ്റെ കയ്യിലാണ്. അപ്പോൾ ഞാൻ കാരണം പുള്ളിക്കത് ഇതിൻ്റെ ലൈസൻസ് പുള്ളിയുടെ പേരിലാണ്. അപ്പോൾ ഞാനിങ്ങനെ അവിടെ ഇരുന്നു. ഞാൻ അവിടെ ആ ഓഫീസ് സൈഡിലൊരു കസേരയിൽ പോയിരുന്നു. ഇങ്ങനെ എൻ്റെ ഈ ജമാല എപ്പോഴും ഉണ്ട്, ഈ കാശുരൂപമുണ്ട്. ഞാനിത് പിടിച്ച് മാതാവിനോട് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രാർത്ഥിച്ചു. അങ്ങനെ സമയം പോയിക്കൊണ്ടിരുന്നു. അവർ വരാനുള്ള എല്ലാം വന്നു, എഴുതുന്നു. ഒരു 9 മണി 9:30 വരെ ആയപ്പോൾ അപ്പോൾ എന്നെ കൊണ്ടുപോകും എന്നുള്ള ഓർത്തിട്ട് എൻ്റെ വീട്ടിലൊന്നും എല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കും, അവർക്കറിയായിരുന്നു. അവരും വീട്ടിലവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഒരു 10 മണി 9:30 കഴിഞ്ഞപ്പോൾ അവരെന്നോടൊന്ന് പറഞ്ഞു, സാർ എന്ന് എന്നോട് പറഞ്ഞു ജോസേ ഞങ്ങൾ ഈ വണ്ടി കസ്റ്റഡിയിലെടുക്കണം. അപ്പോൾ വണ്ടി കസ്റ്റഡി എടുത്തപ്പോൾ അടുത്ത് തന്നെയായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അടുത്ത് എന്നോട് പറഞ്ഞു ജോസേ ഞങ്ങൾ പോവുകയാണ്, പിന്നെ നിങ്ങൾ പിന്നെ നാളെയോ മറ്റന്നാളോ വന്ന് പുള്ളീനെയും കൂട്ടിക്കൊണ്ട് വന്ന് ഇതിൻ്റെ ഓണറേയും കൂട്ടിക്കൊണ്ട് വന്ന് സ്റ്റേഷനിൽ ജാമ്യം എടുത്താൽ മതി എന്നാണ് അവരാദ്യം എന്നോട് പറഞ്ഞത്. അപ്പോൾ അത് മാതാവിൻ്റെ ഒരു വലിയ അനുഗ്രഹമായിട്ട്, കാരണം അത്രയും ഞാൻ ഇതിനെപ്പറ്റി അറിയാവുന്ന ആരെങ്കിലും കൂടി ഉണ്ടെങ്കിൽ അവർക്കറിയാം. കാരണം അത്ര ഒരു ഡേഞ്ചർ കേസാണിത്. കാരണം അത് നമ്മുടെ തെറ്റില്ലെങ്കിലും, കാരണം ഈ സാധനം അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ വണ്ടി പോവുകയല്ല. ഞങ്ങളുടെ ഈ തെറ്റില്ല, പക്ഷേ അവർക്ക് നിയമപരമായിട്ട് തെറ്റാണ്. അങ്ങനെ ഞങ്ങൾ ഈ സാധനം അവർ കൊണ്ടുപോയി, അവർ വണ്ടി കൊണ്ടുപോയി. ഞാനവിടെ നിന്ന് എനിക്ക് തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാൻ അവിടെ ഇരുന്ന് കുറേ നേരം സ്വസ്ഥമായിരുന്ന് കുറേ നേരം ഞാൻ കരഞ്ഞു.
കാരണം മാതാവിൻ്റെ ഒരു അനുഗ്രഹം എനിക്ക് തന്നു. കാരണം ഞാൻ ആ ചുരുങ്ങിയ നേരം കൊണ്ട് ഞാൻ ജയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, എൻ്റെ മക്കളുടെ കാര്യങ്ങൾ ഇതെല്ലാം ഓർത്ത് ഒത്തിരി സങ്കടപ്പെട്ടു. കാരണം ഞാൻ എന്ത് വിഷമം വന്നാലും എൻ്റെ മക്കളോട് ആരോടും ഞാൻ പറയാറില്ല. എൻ്റെ വ്യക്തിപരമായ എന്ത് കാര്യങ്ങൾ വന്നാലും ഞാൻ ആരോടും പങ്കുവയ്ക്കുകയില്ല. ഞാൻ ഒത്തിരി പ്രാർത്ഥനയിലും ഒക്കെ പോകുന്നതാണ്. അപ്പോൾ വൈദികരൊക്കെ എന്നോട് പറയും, മറ്റുള്ളവരോട് പങ്കുവയ്ക്കണമെന്ന് പറയും, മക്കളോട് സങ്കടം പറയണമെന്ന് പറയും. പക്ഷേ ഞാൻ പറയുകയില്ല. കാരണം ഞാൻ പറഞ്ഞാൽ അത് അവർക്ക് സങ്കടമാകും. അതുകൊണ്ട് ഞാൻ പറയുകയില്ല. അങ്ങനെ ഞാൻ എന്നിട്ട് കുറേ നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത സുഹൃത്തുക്കളെല്ലാം അവിടെ വന്നു. നമുക്ക് പോകാമെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ വന്നപ്പോൾ തന്നെ നമ്മുടെ മാനേജ്മെൻറ്റ് ഒരു മുതലാളി അവിടെ വന്നു. പുള്ളി വന്ന് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, നമുക്ക് എല്ലാം ശരിയാവും, അത്ര അങ്ങനെ ആയല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, എല്ലാം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. ഈ കുറേ ആദ്യം തുടങ്ങിയപ്പോഴും ഞാനിവിടെ വന്നിട്ട് ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് ആ കുറേ ആദ്യം തുടങ്ങാൻ പറ്റിയത്. കാരണം ഇവിടുന്ന് ഞാൻ കൊണ്ടുവന്ന ഉപ്പും എല്ലാം അവിടെ കൊണ്ടിട്ട് വിശ്വാസപ്രകടനം ചൊല്ലി രാവിലെ തൊട്ട് ഉച്ച വരെയൊക്കെ തന്നെ ഞാൻ അവിടെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം സ്റ്റേഷനിൽ ചെന്നു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഒരു 24 മണിക്കൂറിനുള്ളിൽ ഈ വണ്ടി അവിടുന്ന് ഇത് എവിടെയെങ്കിലും മാറ്റി വയ്ക്കണം, അല്ലെങ്കിൽ ഇത് സ്ഫോടക വസ്തുവാണ്, സ്റ്റേഷനിൽ സൂക്ഷിക്കാൻ കഴിയില്ല. അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു, അവർ വേറെ കുറേ സ്ഥലത്ത് അന്വേഷിച്ചു. ഇത് മാഗസിൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷേ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും ഇല്ല, എല്ലാവർക്കും അവരുടെ സ്റ്റോക്ക് ഉള്ളതേ ഉള്ളൂ. ഞങ്ങളുടേത് വലിയ കൂടിയ സ്റ്റോക്കുള്ള സ്ഥാപനമാണ് ഞങ്ങളുടേത്. അങ്ങനെ അവർ പിറ്റേ ദിവസം ഞങ്ങളോട് തന്നെ അന്ന് വൈകിട്ട് രാത്രിയിൽ അവിടുന്ന് പിന്നെ DSP ഓഫീസിൽ വിളിച്ച് പറഞ്ഞു, നിങ്ങളുടെ സാധനങ്ങൾ നിങ്ങളുടെ സ്ഥലത്ത് തന്നെ സൂക്ഷിച്ചുകൊള്ളുക. അപ്പോൾ അതും ഞങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ മേസിൽ കൊണ്ടുപോയി അവർ സൂക്ഷിക്കാൻ തന്നു കഴിഞ്ഞ ശേഷം ഞങ്ങൾ എൻ്റെ കൂട്ടിക്കൊണ്ടുപോയി അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളും നമ്മളൊരു പേപ്പറിൽ എഴുതി ഒപ്പിട്ട് മേടിക്കും. കാരണം അത് അവിടുന്ന് പിന്നെ നഷ്ടപ്പെട്ടാലും അതിൻ്റെ ഉത്തരവാദി പിന്നെ ഞാനായിരിക്കും. പിന്നെ ഇതുപോലെയുള്ള യാതൊരു ആനുകൂല്യം കിട്ടിയല്ല. അങ്ങനെ അവിടെ നമ്മൾ 2 സെക്യൂരിറ്റിയൊക്കെ ഉണ്ട്, അവിടെ വെച്ചിട്ട് പോന്നു. അത് കഴിഞ്ഞ് 10 ദിവസം ഞങ്ങളുടെ കുറേ അവിടെ ഒരു സീൽ ചെയ്ത് പോയി പണി നിർത്തിവെച്ചു. 10 ദിവസം ശേഷമാണ് ഞങ്ങളുടെ കേസെടുക്കുന്നത്. അപ്പോൾ ഞാൻ കേസെടുക്കാൻ പോയപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നമുക്ക് കേസ് വാദിക്കുന്നത് മാതാവും വിധി പറയുന്നത് ഈശോയുമായിരിക്കും. അതുകൊണ്ട് പിന്നെ സിയാദിക്ക എന്നാണ് പുള്ളിയുടെ പേര്. നിങ്ങൾ സങ്കടപ്പെടേണ്ട, എല്ലാം ശരിയാവും. അങ്ങനെ പോയി 13ാമത്തെ ദിവസം ഞങ്ങൾക്ക് കൃത്യം അതിൻ്റെ ഓർഡർ കിട്ടുകയും ഞങ്ങളുടെ പണി തുടങ്ങുകയും ചെയ്തു. അതിന് മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു. അതുപോലെ തന്നെ അടുത്തതിൻ്റെ സാക്ഷ്യം, ഞാൻ ഇതിനൊക്കെ ഇവിടെ ഈ കൃപാസനത്തിൽ വരാൻ വേണ്ടി കാരണം ഞാൻ ആദ്യം കുറേയൊക്കെ ഉണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ടു. എല്ലാം കുറേ സാമ്പത്തികമായി തകർന്നിരിക്കുന്ന സമയത്ത് പണിയൊന്നുമില്ലായിരുന്നൊരു വീടൊക്കെ വെച്ചു. ആ വീടൊക്കെ വെച്ചു. വീടിനകത്ത് ഒരുപാട് സാമ്പത്തിക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുണ്ടായി. മക്കളൊക്കെ പഠിച്ചെങ്കിലും ആർക്കും ജോലിയില്ല. ഒരു മോളുടെ മാത്രം കല്യാണം കഴിഞ്ഞുള്ളൂ. അപ്പോൾ 2 പേര് BSc നേഴ്സിംഗ് പഠിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആകെ ബുദ്ധിമുട്ടായിരിക്കുന്ന സമയത്ത് എൻ്റെ ഈ വീട് താഴെ ഞാൻ പഴയ താമസിച്ചൊരു വീടുണ്ട്, അതൊന്ന് വിൽക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചു. അപ്പോൾ ആര് വന്നാലും അതിന് വില കിട്ടില്ല, കാരണം ഒരു 50 മീറ്റർ അങ്ങോട്ട് വഴിയില്ല. അങ്ങനെ അത് കഴിഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് ഞാനെന്നും ഈ ഉപ്പ് എടുത്തുകൊണ്ട് പോയിട്ട് ഞാൻ അവിടെ പോയി ആരും കാണാതെ, കാരണം ഞാൻ പോകുന്ന ആരും കാണാതെ ഞാൻ പോകുന്നത്. അപ്പം ഞാൻ തന്നെ അവിടെ പോയി അതിനകത്ത് കയറി കഥ അടച്ച് അതിനകത്ത് ഇരുന്നിട്ട് പിന്നെ ജപമാലയും ചൊല്ലി ഈ ഉപ്പും വീടിന് ചുറ്റും ഇട്ടിട്ട് പോന്നു. കൃത്യം ഞാൻ ആ ഉപ്പിടാൻ തുടങ്ങിയിട്ട് 3ാമത്തെ ദിവസം എനിക്ക് ആ വീട് വിൽക്കാൻ സാധിച്ചു. അതിനുശേഷം പിന്നെ എൻ്റെ മക്കളുടെ പിന്നെ വിദ്യാഭ്യാസം, അവരുടെ നേഴ്സിംഗ് കഴിഞ്ഞു. രണ്ടാമത്തോളെ പിന്നെ OIT എഴുതി. ആദ്യത്തെ OIT എഴുതി അവൾ തോറ്റു. അപ്പോൾ അവൾ ഓരോ OIT നോക്കുമ്പോഴും ഞാൻ മാതാവിന് നന്ദി പറയും. കാരണം അവളിപ്പോൾ OIT എഴുതി അയച്ചു കഴിഞ്ഞാൽ, കാരണം ഞാൻ പറയും, നീ ഇപ്പോൾ പോയാൽ നിനക്ക് കിട്ടുന്നത് ശരിയായിരിക്കുകയില്ല, അതുകൊണ്ട് നിന്നെ തോൽപ്പിക്കുന്നതാണ്, അല്ലാണ്ട് മാതാവിന് ഇഷ്ടമില്ലായിട്ടല്ല. കാരണം അതുപോലെ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെ അവളുടെ OIT എഴുതി കഴിഞ്ഞ ശേഷം 3 പ്രാവശ്യം OIT എഴുതി കഴിയുമ്പോൾ ഞാൻ എൻ്റെ പണിയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടും അത് കഴിഞ്ഞ് സ്ഥലം വിൽപ്പന കഴിഞ്ഞ് വീണ്ടും എൻ്റെ കോറ തുടങ്ങിയായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ പണിയുണ്ടായിരുന്നു. സാമ്പത്തികം വന്നപ്പോൾ ഞാൻ എൻ്റെ മോളുടെ 2ാമത്തെ മോളുടെ കല്യാണം കഴിച്ചു. അവളെ കഴിച്ചു വിട്ട് തൊട്ടടുത്ത് തന്നെയായിരുന്നു. അത് ഒരത്ഭുതമാണ്. കാരണം എൻ്റെ തറവാടിൻ്റെ അടുത്ത് ഒരു ഫോർട്ടിനകത്ത് 2 വീടുള്ളതാണ്. അതിനകത്ത് തൊട്ടടുത്ത വീട്ടിലാണ്. അത് അവർ നേരത്തെ ഇഷ്ടമായിരുന്നു. അപ്പോൾ അങ്ങനെ ആ കല്യാണം കഴിഞ്ഞു. അപ്പോൾ കല്യാണം ഞാൻ വീട്ടിൽ പറഞ്ഞ അവളുടെ കല്യാണം കഴിക്കാനുള്ള നമ്മൾ ഒരു സാമ്പത്തികം വന്ന കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ ശേഷം അവൾ OIT എഴുതി. അങ്ങനെ അവൾ OIT എഴുതി 7ാമത്തെ പ്രാവശ്യമാണ് അവൾ പാസ്സാകുന്നത്. അവൾ 7ാമത്തെ പ്രാവശ്യം ഫുള്ള് എല്ലാം മാർക്കോടുകൂടി അവൾ ജയിച്ചു. അവൾക്ക് പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. അവൾക്ക് പെട്ടെന്ന് പോയി. കഴിഞ്ഞ മെയ് 15-ന് അവൾ UK പോയി. അവൾ UK പോയി അവിടെ ജോലി പ്രവേശിച്ചു. അപ്പോൾ
അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവളോട് അവിടെയുള്ളവർ പറഞ്ഞു, നീ ഇപ്പോൾ നിങ്ങൾ ചെന്നത് ഇപ്പോൾ അവിടെ ഇലക്ഷൻ ഇപ്പോൾ ഇവിടുത്തെ ലാസ്റ്റ് ബാച്ചാണ് നിങ്ങൾ വന്നത്, ഇനിയിപ്പോൾ ഉടനെയൊന്നും ആൾക്കാരെ അങ്ങോട്ട് എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. കാരണം അത് അവളുടെ നാത്തൂനൊക്കെ പോകാൻ വേണ്ടി കുറേ പരീക്ഷ എഴുതി ഇവളോട് എഴുതിയിട്ട് അവൾക്കൊന്നും കിട്ടിയിട്ടില്ല. കുറേ പിള്ളേർ ഞാൻ അറിയുന്നത് തന്നെയുണ്ട് UK പോകാൻ ബുദ്ധിമുട്ടായിട്ട് പോകാൻ പറ്റാതിരിക്കുന്നവരുണ്ട്. ഇവർ ചെന്നു. അപ്പോൾ ഇവരുടെ കഴിഞ്ഞ ആഴ്ചയായിരുന്നു അവളുടെ അവിടുത്തെ ഹോക്കി പരീക്ഷ, അവിടെ നിലനിൽപ്പിൻ്റെ അവിടുത്തെ പരീക്ഷ എഴുതാൻ പോയപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു നീ ഒന്നും പേടിക്കണ്ട, മാതാവ് കൂടെയുണ്ട്. ഉടമ്പടി അവളും എടുത്തിട്ടുള്ളതായിരുന്നു. ഞങ്ങൾ ഉടമ്പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 25 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. 25 പ്രാവശ്യം വരുമ്പോഴും എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹം എന്നാന്ന് ചോദിച്ചാൽ, ഞാൻ വരുമ്പോൾ ഒരു 10 പേരെങ്കിലും ഞാൻ കൂട്ടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ കഴിഞ്ഞ വർഷത്തെ ജവമാല റാലിയിൽ ഒരു ബസ്സിനാളെ ഞാൻ കോറയിലുള്ള എല്ലാവരെയും കൂടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ പറയാം. അതിന് എന്തായാലും എൻ്റെ മോള് ആ ഹോക്കി പരീക്ഷയിൽ അവൾക്ക് പരീക്ഷയിലും അവൾ വിജയിച്ചു. അവൾ പറഞ്ഞ അവളുടെ കൂട്ടുകാരി, ഞാൻ പറഞ്ഞു എല്ലാവരും വിജയിക്കും, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, മാതാവ് കേൾക്കും. എന്തായാലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവൾ പറഞ്ഞ് ഞാൻ തോക്കും, എന്നാലും ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞു ഇല്ല, നീ ഈ പ്രാവശ്യം തന്നെ ജയിക്കും. അങ്ങനെ ആ പ്രാവശ്യം അവൾ വിജയിച്ചു. ഇപ്പോൾ അവളവിടെ സുഖമായിരിക്കുന്നു. ഇനി അവളുടെ ഹസ്ബൻഡ് 2-ാം തീയതി അവനും അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹത്തിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ 3ാമത്തെ മകൾ ഇതുപോലെ തന്നെ പഠിച്ച് BSc നേഴ്സാണ്. അവൾ പഠിച്ച് അവളും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. പക്ഷേ പുള്ളിക്കാരത്തി ഇച്ചിരി ദേഷ്യമൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവൾ എന്തായാലും സ്വന്തം കാര്യത്തിൽ തന്നെ അവൾ OIT പഠിച്ചില്ല, ITS പഠിക്കണമെന്ന് പറഞ്ഞു. അത് പഠിക്കാൻ വേണ്ടി പോയി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവളൊരു ഇൻ്റർവ്യൂ പറഞ്ഞു പോയി. ഇൻ്റർവ്യൂ വന്നു. അവൾ സൗദിയിലേക്കായിരുന്നു കിട്ടിയത്. അവളിപ്പോൾ സൗദിയിലേക്ക് പോയിട്ട് ഇപ്പോൾ 10 മാസത്തോളമായി. അവൾ സൗദിയിൽ ജോലി ചെയ്യുന്നു, ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ. അവൾ അപ്പം എന്നോടയ്ക്ക് പറഞ്ഞു, ഞാൻ അവിടുന്ന് പോകാൻ വേണ്ടി ITS പരീക്ഷ എഴുതിയിരിക്കും. അവൾ കഴിഞ്ഞ ശനിയാഴ്ച IIT പരീക്ഷ എഴുതി, അതിൻ്റെ റിസൾട്ട് കാത്തിരിക്കുവാണ്. എൻ്റെ മൂത്തവൾക്ക് ഒരു വീടിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവൾക്ക് വീടില്ലായിരുന്നു. അപ്പം നമ്മുടെ എല്ലാവരും വീടൊക്കെ ഉള്ളപ്പോൾ അവൾക്കൊരു വീടില്ല. അവളുടെ ഹസ്ബൻഡ് ഖത്തറിലാണ്. അവരൊരു സ്ഥലമൊക്കെ മേടിച്ച് വീട് പണിതില്ലായിരുന്നു. അപ്പോൾ അവൾക്കൊരു വീട് പണി ഇപ്പം മാതാവിൻ്റെ അനുഗ്രഹത്താലും ഈശോയുടെ അനുഗ്രഹത്താലും വീട് പണി ഇപ്പം ടൈൽസ് വരെ ഇടാറായി. അത് ടൈൽസ് വരെ മേടിച്ച് വെച്ചു. അങ്ങനെ ഇരിക്കുന്നു. പിന്നെ ഏറ്റവും വലുത്, ഞാനിവിടെ നിൽക്കുന്ന എൻ്റെ ഒരു കണ്ണിന് ഇല്ലാത്ത ഒരാളാണ്. എൻ്റെ ഒരു അപകടത്തിൽ എൻ്റെ ഒരു കണ്ണ് പോയി. ഈ ഒരു കണ്ണ്, വലത് കണ്ണ് എനിക്ക് കാഴ്ചയില്ലാത്തതാണ്. ഡമ്മി കണ്ണാണത്. അപ്പോൾ ഞാനിപ്പോൾ സ്വന്തമായിട്ട് വണ്ടി ഓടിക്കും, സ്വന്തമായിട്ട് എവിടെ യാത്ര ചെയ്യും, ഏത് വണ്ടിയും ഓടിക്കും. കാരണം വണ്ടികളുണ്ട് എനിക്ക്. ഞാൻ വണ്ടികളൊക്കെ ഓടിക്കും, എവിടെയും യാത്ര ചെയ്യും, എന്തും വായിക്കും. അപ്പോൾ അതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹം. കാരണം ഒരു ബുദ്ധിമുട്ടും എനിക്കില്ല. ഈ ഒരു കണ്ണിനെ കാഴ്ചയുള്ളൂ എന്നുള്ളതുകൊണ്ട് ഒരു കുറവോ എനിക്ക് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. പിന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അത്ഭുതം എന്നാന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ പ്രാവശ്യം ഒക്ടോബർ മാസത്തിലെ ജവമാല റാലിയിൽ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. കാരണം എന്നോട് വിനീഷ് പറഞ്ഞപ്പോൾ, കാരണം വിനീഷ് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്, കാരണം വിനീഷോട് ഞാൻ പറഞ്ഞു, വിനീഷ് പറഞ്ഞു ജോസേട്ടന് കാര്യം ചെയ്യാൻ പറഞ്ഞു, കോറയിലുള്ള എല്ലാവരെയും കൂടെ കൊണ്ടിരുന്നുണ്ട്. കാരണം ഞങ്ങളുടെ കോറയിൽ ഇങ്ങനെ കേസ് കിടന്നപ്പോൾ ഞാൻ ഇവരെ എല്ലാവരെയും കൂട്ടി ഇവിടെ ജവമാല റാലിക്ക് വരും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ കൂടി അവർ 17 ബസ്സുണ്ട്, ഞങ്ങളുടെ അടക്കം 18 ബസ്സുണ്ടായിരുന്നു. അപ്പോൾ ആ ബസ് കൊണ്ടിരുന്ന തലേദിവസം എനിക്ക് നല്ല പനിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവി എനിക്ക് ആദ്യമായിട്ട് പോകേണ്ടതാണ്, എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, 1 കിലോമീറ്ററെങ്കിലും നടക്കണം, അത്രയേ എനിക്ക് ആഗ്രഹമുള്ളൂ. ഞാനൊരു 10 മീറ്റർ പോലും വീട്ടിൽ നിന്ന് എൻ്റെ പണിസ്ഥലത്തേക്ക് 1 കിലോമീറ്റർ പോലും ദൂരമില്ല. ഞാൻ അവിടെ വണ്ടിയിലൊക്കെ അങ്ങോട്ട് പോവും, അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. അത് പള്ളിയിൽ പോകുമ്പോൾ എല്ലാം വണ്ടിയിലല്ലാണ്ട് നമ്മൾ യാത്രയില്ല. അപ്പോൾ ഞാനിവിടുന്ന് ഈ 1 കിലോമീറ്റർ നടക്കണമെന്ന് ആഗ്രഹമുള്ള എൻ്റെ മക്കളും ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു, കോറയിലുള്ളവരുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നു. ഇവിടെ രാവിലെ കഴിഞ്ഞ് വന്നു. അന്നത്തെ ആൾക്കാർക്ക് ഭയങ്കര ഒരുപാട് ആൾക്കാരുള്ള സമയമാണല്ലോ. ഞങ്ങളിവിടെ വന്നു, എല്ലാവരും ഇതിലേ പോയി, ഞാനും എൻ്റെ മക്കളും അവർ മാത്രം ഞങ്ങൾ ഒന്നിച്ച്, ബാക്കി എല്ലാവരും അതിലേലും പോയി. അങ്ങനെ ഞാൻ ആദ്യം നടന്നു കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എന്തേരെ ആയിട്ടുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു 6 കിലോമീറ്ററോളം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ പറഞ്ഞു, എന്നാൽ കുഴപ്പമില്ല, കുറച്ചുകൂടെ പോകാമെന്ന് പറഞ്ഞു. എന്തായാലും ഞാനത് ഫുള്ളായിട്ട് അവിടെ എത്തുകയും അവിടെ ചെന്ന് അർത്തങ്കൽ പള്ളിയിൽ വരെ നടന്ന് ചെല്ലുകയും ഒരു ബുദ്ധിമുട്ടും എനിക്കുണ്ടായില്ല. കാരണം ഒരു മസിൽ കയറും എന്ത് ബുദ്ധിമുട്ടും ഒന്നും ഉണ്ടാകാതെ അവിടെ എത്തി. അതിനുശേഷം അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ആരെയും കാണുന്നില്ല, ഞാൻ ആരെയും കാണുന്നില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആരെയും വിളിച്ചപ്പോൾ ഒരു ഫോണും കിട്ടുന്നില്ല. അപ്പോൾ ഈ 48 പേരുണ്ട്. ഈ 48 പേരുടെ ഉത്തരവാദിത്വം എൻ്റെ തലയിലാണ്.
അപ്പം ഞാൻ വിനീഷിനെ മാത്രം ഇടയ്ക്ക് വിളിക്കുമ്പോൾ കിട്ടും. വിനീഷുണ്ട്, നമ്മളിവിടെ ഒരു ചാത്തനുണ്ട്, മിനി എന്ന് പറഞ്ഞുകൊണ്ട്, ഇനി ഇന്ന് വന്ന അമ്മാമ്മയുണ്ട്. അങ്ങനെ ഇവരെല്ലാവരെയും അറിയാം. അപ്പോൾ ഇവരെ ആരെയും വിളിച്ചിട്ട് ഫോൺ പോലും കിട്ടുന്നില്ല, ഫോണെല്ലാം ജാമായിരുന്നു. അങ്ങനെ ഒരു 2 മണി 3 മണിയായി. അപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവ്, ഞാൻ അന്നേരം തന്നെ എനിക്ക് പനി കുറച്ച് കുറഞ്ഞായിരുന്നെങ്കിലും അന്നേരത്ത് ഭയങ്കര ക്ഷീണമായി, ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. ഞാൻ അവിടെ ഒരു സ്ഥലത്ത് വന്നിരുന്ന് കഴിഞ്ഞപ്പം ഞാൻ തന്നെ അവരോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും എവിടെയെങ്കിലും ഒന്ന് പോയി നോക്കിയിട്ട് വാ, ഞാനിവിടെ ഇരിക്കാം. ഞങ്ങൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ 4 മണിയായപ്പോഴത്തേന് ഞങ്ങൾ ആദ്യത്തെ ബസ്, ഞങ്ങളുടെ ഉള്ള എല്ലാവരും എൻ്റെ കൂടെ വന്നവർ, ഞങ്ങളുടെ ബസ് മാത്രം പാർക്കിങ്ങിലില്ല. അത് വേറെ ഒരു സ്ഥലത്ത് പുള്ളിക്ക് വരാൻ പറ്റിയില്ല, ബ്ലോക്കായ കാരണം. പുള്ളിക്ക് വണ്ടി കണ്ടുപിടിക്കുകയും 4 മണിക്ക് തന്നെ ഞങ്ങൾ അവിടുന്ന് ആർത്തുങ്കൽ പള്ളിയിൽ നിന്നേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. എൻ്റെ ജീവിതത്തിൽ കാരുണ്യപ്രവൃത്തി ചെയ്യുന്നത്, ഞാൻ ഒരു കരുണാലയമുണ്ട്, അവിടെ ഞങ്ങളെല്ലാ മാസവും ഞാൻ അവർക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ അടുത്തുള്ള ആര് ചോദിച്ചാലും ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട്. ബൈബിളിൽ പറഞ്ഞ പോലെ, നീ ഇനിയും കടം മേടിക്കാനിട വരുത്തില്ല, നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ല എന്നുള്ള ഒരു തിരുവചനവും കൂടെ ഞാൻ ഈ സമയം ഓർക്കുകയാണ്. കാരണം ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഒരുപാട് സഹായങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം നടന്നത് എന്നാന്ന് വെച്ചാൽ, ഞാനൊരു കിണർ കുത്തി. കാരണം ഞങ്ങൾ കുഴൽക്കിണറായിരുന്നു. ഒരു കിണർ കുത്തി കഴിഞ്ഞ മാർച്ചിൽ. അപ്പം മെയിലായപ്പം അതിനകത്ത് വെള്ളം കണ്ടു, 15 പോലെ തന്നെ ഇഷ്ടംപോലെ വെള്ളം കണ്ടു. ഞാൻ കിണർ കുത്താൻ തുടങ്ങിയപ്പോൾ തന്നെ ഒരു സ്ഥലം ഞങ്ങൾക്കില്ലായിരുന്നു, ആ സ്ഥലം ഞാൻ മേടിക്കുമായത്. അപ്പോൾ 5 സെൻറ്റ് സ്ഥലം ചോദിച്ചു, ഞാൻ ഒരു കിണർ കുത്താൻ വേണ്ടി മേടിച്ചു. അത് 1/2 ഏക്കർ മേടിക്കാൻ എനിക്ക് മാതാവ് അനുഗ്രഹിച്ചു. അപ്പോൾ അതിനകത്ത് ഒന്നിച്ച് അവർ ആ സ്ഥലം കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് 1/2 ഏക്കർ സ്ഥലവും ഞാൻ ഒന്നിച്ച് മേടിച്ചു. അതിനകത്തൊരു കിണർ കുത്തിയിൽ വെള്ളം കണ്ടു. ഞാൻ പറഞ്ഞു, ഞാനെന്നും രാവിലെ ആ കിണർ കുത്താൻ സ്ഥാനം കണ്ടു ശേഷം എന്നും അതിനകത്ത് കൊണ്ടുപോയി ഞാൻ ഉപ്പ് ഇട്ടിട്ട് പ്രാർത്ഥിക്കും. അതിന് 13 കോലിന് വെള്ളം കാണും, 15 കോല് വരെ കുത്തണമെന്ന് പറഞ്ഞു. അതിന് കൃത്യം 12 കോല് കഴിഞ്ഞപ്പോൾ വെള്ളം കിട്ടി. 15 കോലായപ്പോൾ വെള്ളം ഇഷ്ടം പോലെ കണ്ടു. അന്നേരം ഞാൻ ചോദിച്ചു, അതിൻ്റെ അടി മണ്ണ് കുറച്ച് ഇളയിട്ടല്ല, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ പുള്ളി പറഞ്ഞു, അടി മാത്രം കുറച്ച് കെട്ടാമെന്ന് പറഞ്ഞു. ആ അടി മാത്രം കുറച്ച് കെട്ടി. മഴയൊക്കെ പെയ്തു. ഈ മഴയത്ത് ആദ്യത്തെ മഴയ്ക്ക് അത് തികച്ചു ഇടിഞ്ഞു പോയി. അത് മൊത്തം ഇടിഞ്ഞു. അപ്പം എനിക്ക് പേടിയായി. അതിൻ്റെ തൊട്ട് പറയാൻ ഞങ്ങളുടെ വീടിൻ്റെ വലിയൊരു കെട്ടൊക്കെ ഉണ്ട്, ഇതെല്ലാം കൂടി ഇടിയുമോ? അങ്ങനെ പെട്ടെന്ന് ഞാൻ ഒരാളെ വിളിച്ചു ചോദിച്ചു. അപ്പോൾ അവർ വന്നു. അതിനകത്തോട്ട് ഇറങ്ങാൻ പോലും ആർക്കും പറ്റില്ല, ഒരു 2-3 ആൾക്കാർക്ക് നീളത്തിൽ കയറി പോവാം. അങ്ങനെ എന്തായാലും അടുത്തൊരാൾ വന്നു, കുറേ ആൾക്കാർ വന്നു. ഒരാഴ്ച പണിയെടുത്തു. ഫുള്ള് റിങ് ഇറക്കി, അത് പിന്നെ ഉപയോഗം ക്ലിയറാക്കി തരികയും ചെയ്തു. ഇനിയും എനിക്ക് പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്. കാരണം ഞങ്ങളെന്നും പ്രാർത്ഥിക്കുമ്പോൾ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് വരെ ഈ ഉടമ്പടി എടുത്ത് 2022 13-ാം തീയതി എടുത്ത് ഇതുവരെ ഈ പ്രാർത്ഥന മുടങ്ങിയിട്ടില്ല. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം മുടങ്ങാതെ ഈ പ്രാർത്ഥന ചൊല്ലിയിട്ടുണ്ട്. അതുപോലെ രാവിലെയും വൈകിട്ടും ഞാൻ ഈ തേനും ഉപ്പും പിന്നെ എണ്ണയും ഞാനും എൻ്റെ മോളുടെ കൊച്ചിനും ഇത് ഒരു ദിവസം പോലും മുടങ്ങാണ്ട് അവളെന്നും വരും. കുരിശുവര കഴിയുമ്പോൾ ഈ എണ്ണ തേക്കാണ്ട് ഇതുവരെ ഞാനും കിടക്കാറില്ല. അപ്പോൾ ഇതുവരെ ദൈവം സഹായിച്ച് എപ്പോഴും പിള്ളേർക്ക് രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഇതുവരെ അവർക്ക് ഒരു വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് ആർക്കും ഒരു ഉണ്ടായിട്ടില്ല. മക്കളും ഞങ്ങളെല്ലാവരും പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ ഒത്തിരി അനുഗ്രഹം തന്നു. മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു. അതുകൂടെ ഞാൻ ഈ താമസിച്ചു പോയതിന് കാരണം ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടി. ഇത് എനിക്ക് പറയാൻ പറ്റാത്ത എത്ര അനുഗ്രഹങ്ങളുണ്ട്. ഇത് ഞാൻ പറഞ്ഞത് ഏതൊക്കെ കുറേ കുറവുണ്ട്. അപ്പോൾ തൊഴിൽ മേഖലകൾ തന്നെ ഒത്തിരി പ്രാവശ്യം നിന്ന് പോയായിരുന്നു, തുടങ്ങിയായിരുന്നു. ഇപ്പോൾ വീണ്ടും നിന്ന് കിടക്കുവാണ്. അപ്പം ഞാനിത് തുടരാനായിട്ട് ഇനിയും വരണ്ടും. അപ്പോൾ എൻ്റെ മോളുടെ IELTS പരീക്ഷയുണ്ട്, അതിൻ്റെ റിസൾട്ട് അടുത്ത ആഴ്ച വരുള്ളൂ. അപ്പം മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്കിനിയും സാക്ഷ്യം പറയാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് എനിക്കത് എല്ലാ അനുഗ്രഹങ്ങൾക്കും എനിക്ക് പരിശുദ്ധ അമ്മയോടും ഈശോയോടും കൂടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. സങ്കീർത്തന പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇസ്രായേൽ ജനം അവരുടെ ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളിലും ദൈവത്തോട് പ്രാർത്ഥിച്ചത് എങ്ങനെയാണോ അതാണ് സങ്കീർത്തനങ്ങളായിട്ട് രൂപപ്പെട്ടത്. സങ്കീർത്തന പുസ്തകം 118 വിജയം ലഭിച്ചതിന് നന്ദിയായിട്ട് പാടുന്ന സങ്കീർത്തനമാണ്. അതിൻ്റെ 6-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്, കർത്താവിൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ ഭയപ്പെടുകയില്ല, മനുഷ്യന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും. പ്രിയമുള്ളവരെ, നമ്മളുടെ മുൻപിൽ ജോസഫ് എന്ന സഹോദരനാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവയ്ക്കുന്നത്. ഈ സഹോദരനും നമ്മളോട് ധീരമായിട്ട് പറയുന്നതും ഇതുതന്നെയാണ്, കർത്താവിൻ്റെ പക്ഷത്തുണ്ട്, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുവാനായിട്ട് കഴിയും. ഈ സഹോദരൻ പറയുന്നത് ഇങ്ങനെയാണ്. ഈ സഹോദരന് ഒരു ക്വാറിയുണ്ട്, അതിൻ്റെ നിയമപരമായിട്ട് കൈവശം വയ്ക്കാവുന്ന എക്സ്പ്ലോസീവ് സാധനങ്ങൾ കയ്യിലുണ്ട്. പക്ഷേ
മണ്ണിടിച്ചിൽ കാരണം അത് വെക്കേണ്ട സ്ഥലത്ത് എത്തിക്കുവാനായിട്ട് സാധിക്കാതെ പോകുന്നു. മറ്റൊരു സ്ഥലത്ത് വെക്കുമ്പോൾ പോലീസുകാർ വരുന്നു, അത് നിയമപരമായിട്ട് വലിയ പ്രശ്നമായിട്ട് മാറുന്നു. പക്ഷേ ഈ സഹോദരൻ നമ്മളോട് പറഞ്ഞു, ഞാൻ ആ സമയത്തൊക്കെ പരിശുദ്ധ അമ്മയുടെ കാശുരൂപവും ഉടമ്പടി കാശുരൂപവും കയ്യിൽ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. ഒരു പ്രശ്നവുമില്ലാതെ ആ കാര്യം തീർന്നു പോയി എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, ഇത്ര വലിയ ഒരു കുറ്റം ഈ സഹോദരൻ്റെ ഭാഗത്ത് നിന്ന് അറിയാതെ സംഭവിക്കുമ്പോൾ അത് നിഷ്കളങ്കമായിട്ട് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ എങ്ങനെയാണ് അതിനെ ഏറ്റെടുക്കുന്നതെന്നും അതെത്ര നിസ്സാരമായിട്ട് മാറ്റിക്കളയുന്നുവെന്നും നമുക്ക് ഈ മനുഷ്യൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യത്തിൽ നിന്ന് കേൾക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ സഹോദരൻ്റെ ജീവിതത്തിലെ ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുകയായിരുന്നു. സ്ഥലത്തിൻ്റെ വിൽപ്പനയും മക്കളുടെ പഠനത്തിൻ്റെ കാരണവും അതുപോലെ തന്നെ തൻ്റെ കണ്ണിൻ്റെ കാഴ്ചയുടെ അവസ്ഥയുമൊക്കെ ഈ സഹോദരൻ പങ്കുവയ്ക്കുകയായിരുന്നു. ഉടമ്പടി ജീവിതത്തിൽ വിശ്വസ്തയോടുകൂടി ജീവിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകുമ്പോഴാണ് നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ മുൻപിൽ അംഗീകരിക്കപ്പെട്ട ജീവിതമായിട്ട് മാറുന്നത്. ഏറ്റവും വലിയ ബോധ്യം ഈ സഹോദരൻ ലഭിച്ചത് ഇങ്ങനെയാണ്: പരിശുദ്ധ അമ്മ നമ്മളുടെ കേസ് വാദിക്കും, ഈശോ നമ്മൾക്ക് വേണ്ടി വിധി പറയും. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഒരു ബോധ്യം ആഴമായ വിശ്വാസ ജീവിതമുള്ള ഒരു വ്യക്തിക്ക് മാത്രം ലഭിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഉടമ്പടി ജീവിതത്തിൽ ആഴപ്പെട്ടുകൊണ്ട് ശരണപ്പെടുമ്പോഴാണ് നമ്മളുടെ ജീവിതത്തിൽ വ്യക്തമായിട്ടുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ സഹോദരൻ്റെ ജീവിതത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. ഈ സഹോദരനും കുടുംബത്തിനും ദൈവം ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം. ഈ സഹോദരനോട് ചേർന്നുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറഞ്ഞ് ഇരുകരങ്ങളും അടിച്ച് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. വിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുവാനായിട്ട് ഞങ്ങളെ ഒരുക്കിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞങ്ങൾ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു. എൻ്റെ പേര് ആൻഡോ പി എൽ. ഞാൻ ബാംഗ്ലൂർ കെങ്കേരി സെൻറ്റ് വിൻസെൻ്റ് ഇടവകയിൽ നിന്ന് വരുന്നു. 2019 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. എൻ്റെ ഉടമ്പടിയുടെ നിയോഗങ്ങളിൽ 3 കാര്യങ്ങളാണ് എനിക്ക് സാധിച്ചു കിട്ടിയത്. ഒന്ന്, എൻ്റെ മകൻ്റെ ജോലി സംബന്ധമായിട്ടൊരു കാര്യം. അത് ഞങ്ങൾക്കൊരു ഇഷ്ടപ്പെടാത്ത ഒരു ജോലിയായിരുന്നു. അപ്പോൾ ഞങ്ങളത് മാതാവിൻ്റെ മധ്യസ്ഥതയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനന്ന് ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്ന അന്ന് ഒരു ദിവസം കൂടി ഇവിടെ പുറത്ത് റൂമെടുത്ത് താമസിച്ചിട്ട് പിറ്റേ ദിവസം കൂടി വന്ന് ഇവിടെ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ അന്ന് വൈകിട്ട് അച്ഛൻ എല്ലാവരുടെ തലയിലും കൈവച്ച്, ഇന്നത്തെ പോലെയല്ല, അന്ന് എല്ലാവരുടെ തലയിൽ നിന്ന് തൊട്ട് പോകുമായിരുന്നു. അങ്ങനെ തൊട്ട് പോകുന്ന സമയത്ത് ഞാനിങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അച്ഛൻ അവിടെ നിന്നിട്ട് എന്നോട് പറഞ്ഞു, നിനക്ക് ആവശ്യമുള്ള ഒരു കാര്യം ഇപ്പോൾ പറയേ, അത് സാധിച്ചു കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ മകൻ്റെ തൊഴിൽ സംബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നീട് അപ്പം ഞാനതിങ്ങനെ പറഞ്ഞത്, ദൈവമേ നിനക്ക് ഇഷ്ടമാണ് ഞാൻ പൊക്കോട്ടെ, അല്ലെങ്കിൽ അത് നിർത്തി തരണമെന്നായിരുന്നു. പക്ഷേ ആ സമയം തൊട്ട് പിന്നെ അവനത് ആ ജോലിക്ക് പോയിട്ടില്ല. അത് എനിക്കൊരു വലിയൊരു അനുഭവമായിരുന്നു. പിന്നീട് ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ, അപ്പം ഞങ്ങൾ പിന്നെ ആ ഒരു വർഷം ഞങ്ങൾ ഞങ്ങൾക്കൊരു വീടിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ ബൈബിൾ വായിച്ചും പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, ഇവിടെ നിന്ന് ലഭിച്ച പത്രങ്ങൾ, പല സ്ഥലങ്ങളിൽ ഞങ്ങൾ പള്ളികളിലും അങ്ങനെ മറ്റുള്ള പലർക്കും ഒക്കെ ഞങ്ങൾ മാതാവിനെ കുറിച്ച് പറഞ്ഞ് അവർക്ക് മനസ്സിലാക്കി കൊടുത്ത്, മാതാവ് പ്രത്യക്ഷപ്പെട്ട ആൾത്താര സ്ഥലമാണ് കൃപാസനം, മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നുള്ള വ്യത്യാസം ഇതാണെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ പത്രം മറ്റുള്ളവർക്ക് കൊടുക്കാറ്. അത് അങ്ങനെ പിന്നീട് ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ മറ്റൊരു ഭാഗമായിട്ട് ഞങ്ങളുടെ കുടുംബ കൂട്ടായ്മയിലെ ഗ്രൂപ്പിലെ ഒരു ബൈബിൾ വായിക്കാനുള്ള ഒരു സംരംഭം തുടങ്ങി. അപ്പോൾ എല്ലാ ദിവസവും ഒരു വർഷം മുഴുവൻ കൊണ്ട് ബൈബിൾ വായിച്ച് തീർക്കാനായിട്ട് നിശ്ചിത സമയം ബൈബിൾ വായിക്കാനായിട്ടുള്ളൊരു ഈ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് തുടങ്ങിയതിൽ 22ഓളം പേര് ബൈബിൾ വായിക്കുകയുണ്ടായി. പിന്നെ അത് ഒരു വർഷം അങ്ങനെ നടന്നുപോയി. ഞങ്ങൾ അടുത്ത് ഉടമ്പടി വന്ന് പുതുക്കി അതിന് ശേഷം ഞങ്ങളുടെ വീടിനുള്ള ആഗ്രഹം ഉടമ്പടി പുതുക്കി അടുത്ത ദിവസങ്ങളിൽ തന്നെ എനിക്ക് പെട്ടെന്നൊരു ഉൾവിളി ഉണ്ടായി, നീ പോയി സ്ഥലം അന്വേഷിക്കുക. അപ്പോൾ ഞങ്ങൾ പ്രായോഗികമായിട്ട് അന്വേഷിക്കുമ്പോൾ അത് തീർത്തും പ്രായോഗികമല്ല. കാരണം ബാംഗ്ലൂരിനെ സംബന്ധിച്ച്
ബാംഗ്ലൂരിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ സ്ഥലം കിട്ടണമെങ്കിൽ ഒരു 10-15 ലക്ഷം രൂപയൊക്കെ വേണം. അപ്പോൾ ഞങ്ങളുടെ തുച്ഛമായിട്ടുള്ള പൈസ 2 ലക്ഷം 1.5 ലക്ഷമൊക്കെ ഞങ്ങളുടെ കയ്യിൽ വെച്ചിട്ടുള്ള കാരണം കൊണ്ട് അത് പ്രായോഗികമായിട്ട് നടക്കുന്ന കാര്യമല്ല. പക്ഷേ ആ ഒരു പ്രേരണ മൂലം ഞാൻ അങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ടു. അപ്പോൾ തന്നെ എൻ്റെ വണ്ടിയിൽ ഞാൻ കുറച്ചിങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു വയസ്സായ ഒരാൾ എൻ്റെ വണ്ടിയുടെ പിന്നിൽ കയറി കുത്തിയിരുന്നു. ഈ വ്യക്തി ഞങ്ങളെ കൊണ്ടുപോയി 3 സ്ഥലങ്ങൾ കാണിച്ചു തന്നു. ഈ 3 സ്ഥലത്തിൽ ഒരു സ്ഥലം ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ സ്ഥലത്ത് വിശുദ്ധ തൈലവും വെഞ്ചരിച്ച് തന്ന ഉപ്പും അങ്ങനെയുള്ള നേർച്ച വസ്തുക്കളൊക്കെ കൊണ്ടുപോയിട്ട് പ്രാർത്ഥിക്കുകയും ആ സ്ഥലത്ത് ഞങ്ങൾ ചെന്ന് മുട്ടുകുത്തി കൈവിരിച്ച് പ്രാർത്ഥിച്ച് മാതാവിനോട് ഞങ്ങൾ പ്രാർത്ഥിച്ചു, അമ്മേ മാതാവേ, അമ്മ ഞങ്ങൾക്ക് തരുന്ന സ്ഥലമാണെങ്കിൽ മാത്രം ഇത് ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കണം ഞങ്ങൾ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ആ സ്ഥലം, ഞങ്ങളുടെ കയ്യിൽ പൈസ ഒന്നും ഇല്ലെങ്കിലും ഒരു 7 ലക്ഷത്തോളം രൂപ ഞങ്ങളുടെ പലരായിട്ട് ഞങ്ങൾക്ക് യാതൊരു രൂപ പലിശ ഒന്നുമില്ലാതെ തന്ന് സഹായിച്ച് ഞങ്ങൾക്ക് ആ സ്ഥലം രജിസ്റ്റർ ചെയ്ത് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റി. അങ്ങനെ തുടർന്നുള്ള ഞങ്ങൾ വീണ്ടും പ്രാർത്ഥനയിൽ ഞങ്ങൾ ശക്തിപ്പെടുത്തി ഞങ്ങൾക്ക് വീട് പണിയണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞങ്ങൾ ഉപവാസിച്ചും മറ്റും പിന്നെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടത്തിയും ഒക്കെ ഞങ്ങൾ ഈ അനാഥരെ പോയി സന്ദർശിക്കലും ഒക്കെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു അടുത്ത ഉടമ്പടി പുതുക്കേണ്ട സമയമായപ്പോൾ ഞങ്ങൾ ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി. അതിൽ നിയോഗം വെച്ചത് എനിക്ക് ഒരു നിത്യവരുമാനത്തിനായിട്ട്. അപ്പം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഈ സപ്ലൈ ആണ്, കടകൾ തോറും ഇറങ്ങി വണ്ടിയിൽ പോയിട്ട് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി കഴിയുമ്പോൾ അത് പ്രായോഗികമല്ലാതെ വരും. അപ്പോൾ നിത്യവരുമാനത്തിനായിട്ട് ഞങ്ങൾക്കൊരു ബിസിനസ് വേണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഉടമ്പടിയിൽ വെച്ച് ഞാനിവിടുന്ന് ഉടമ്പടി പുതുക്കി ചെന്ന അടുത്ത ദിവസങ്ങളിൽ തന്നെ ഞങ്ങളുടെ ഒരു ചേച്ചി ഞങ്ങളോട് വിളിച്ചു പറഞ്ഞു, ബാങ്കിൽ നിന്ന് കുറഞ്ഞ പലിശയ്ക്ക് ഒരു 3 ലക്ഷം രൂപ വായ്പ കിട്ടാനുള്ള സംവിധാനമുണ്ട്, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ എടുത്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ 3 ലക്ഷം എന്ന് പറഞ്ഞത് ഒന്നുമല്ല. കാരണം ഞാൻ തുടങ്ങിയ ബിസിനസ് ഹാർഡ്വെയറിൻ്റെ ഒരു ഷോപ്പാണ്. ബാംഗ്ലൂരിലൊക്കെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഹാർഡ്വെയർ ഷോപ്പ് തുടങ്ങിയുള്ളത് 25 ലക്ഷം 26 ലക്ഷം 50 ലക്ഷം രൂപയൊക്കെ മുടക്കിയിട്ടാണ്. ഈ ബിസിനസ്സാണ് ഞാൻ ഈ 3 ലക്ഷം രൂപ എനിക്ക് വായ്പ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതിൽ ഞാൻ തുടങ്ങാൻ പോകുന്നത്. അങ്ങനെ ശരി, ഞങ്ങളതിന് പുറപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് 2.5 ലക്ഷം രൂപയെ ഞങ്ങൾക്ക് ലോണായിട്ട് കിട്ടിയുള്ളൂ. ഈ പൈസയും വെച്ച് ഞാൻ എന്നിട്ട് കടകൾ അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോൾ ഓരോ കടകൾ കാണുമ്പോൾ അതിന്മേൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് തൈലം പൂശി പ്രാർത്ഥിച്ച് നോക്കും. എന്നിട്ട് ബൈബിളിൽ യെസ് ഓർ നോ എഴുതി വയ്ക്കും. എന്നിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് എടുക്കുമ്പോൾ ചില കടകൾ നോക്കുമ്പോൾ നോ കിട്ടും. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഭാഗത്തേക്ക് പിന്നെ നോക്കില്ല. അങ്ങനെ യെസ് കിട്ടിയ ഒരു കട ഞങ്ങൾ പോയി അന്വേഷിച്ച് അതിന് 50,000 അഡ്വാൻസ് കൊടുത്തു. ബാക്കിയുള്ളത് ഞങ്ങളുടെ കയ്യിൽ 2 ലക്ഷം രൂപയാണ്. ഈ 2 ലക്ഷം രൂപയ്ക്ക് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുന്ന് വെച്ച് ആ കട ഇന്നിപ്പോൾ 2-2.5 കൊല്ലം പിന്നിടുമ്പോൾ അത് ഒരു വലിയൊരു സംരംഭമായിട്ട് നിൽക്കുന്നു. കടയിൽ ആൾക്കാർ വന്ന് ചോദിക്കുന്ന 90% സാധനങ്ങളും ഞങ്ങൾ അവർക്ക് കൊടുക്കണോ, ഞങ്ങൾ ജീവിതാവശ്യങ്ങളൊക്കെ ഭംഗിയായിട്ട് അതിലൂടെ നടന്നു പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇനി വീടായിട്ടില്ല. അപ്പോൾ വീടായിട്ടില്ലാത്തത് കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥന വീണ്ടും ശക്തിപ്പെടുത്തി ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തികളൊക്കെ ഞങ്ങൾ കുറച്ചുകൂടി ആഴപ്പെടുത്തി വന്ന് വീണ്ടും ഉടമ്പടി പുതുക്കിയ സമയത്ത് ഞങ്ങൾ നോക്കും പെട്ടെന്ന് ഉടമ്പടി പുതുക്കിയ സമയത്ത് ഞങ്ങൾക്ക് ആദ്യം തന്ന സ്ഥലം പെട്ടെന്ന് വിറ്റുപോയി. അത് ഞങ്ങൾ പെട്ടെന്ന് അങ്ങനെ വിറ്റുപോയപ്പോൾ ഞങ്ങളെന്തോ കുടുംബത്തൊക്കെ എന്തോ അഹിതം സംഭവിച്ച പോലെ ഞങ്ങൾക്ക് തോന്നിയത്. പക്ഷേ അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിരുന്നു പിന്നീട് മനസ്സിലായത്. ആ വിറ്റുപോയതിന് ശേഷം ഞങ്ങൾ ഒരു സ്ഥലത്തിനായിട്ട് ഞങ്ങൾ ഒരു കുഞ്ഞൊരു വീടോടുകൂടി സ്ഥലത്തിനായിട്ട് ഞങ്ങൾ അന്വേഷിച്ച് നടന്നു. പക്ഷേ കിട്ടുന്നില്ലായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവായിട്ട് വഴക്കിടാൻ തുടങ്ങി. അങ്ങനെ ഒരു തീരുമാനമെടുത്തു, എനിക്ക് വീട് കിട്ടാതെ മത്സ്യ ആദികൾ ഞാൻ കഴിക്കില്ല എന്നുകൊണ്ടൊരു തീരുമാനമെടുത്ത്. അത് ദൈവസ്നേഹത്തോടു കൂടി എടുത്ത തീരുമാനമല്ല, വിഷമത്തോടു കൂടി എടുത്ത തീരുമാനമായിരുന്നു. അങ്ങനെ അത് ഒരാഴ്ച അങ്ങനെ കടന്നു പോകുമ്പോഴത്തേനും എനിക്ക് തന്നെ അനുതാപം ഉണ്ടായി. ഞാൻ ചെയ്തത് ശരിയായില്ല എന്ന് തോന്നി. അങ്ങനെ ഞാൻ ദൈവത്തിനോട് മാപ്പ് ചോദിച്ചു, കുമ്പസാരിച്ച് തിരിച്ച് 3-ാമത്തെ ദിവസം എനിക്കൊരു വീടോടുകൂടി ഒരു സ്ഥലം കാണിച്ചു തന്നു. ആ സ്ഥലം ഞങ്ങളെല്ലാവരും പോയി കണ്ടു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. തിരിച്ച് ഞങ്ങൾ ബൈബിളിൽ യെസ് ഓർ നോ എഴുതി വെച്ചു.
എഴുതി വെച്ചിട്ട് അത് യെസ് കിട്ടി. യെസ് കിട്ടിയപ്പോൾ ഞങ്ങളുടെ കയ്യിൽ പഴയ സ്ഥലം വിറ്റതിൻ്റെ ആകെ 16 ലക്ഷം രൂപയുള്ളൂ. ഈ സ്ഥലം ഞങ്ങൾക്ക് കിട്ടണമെങ്കിൽ 41 ലക്ഷം രൂപ വേണം. ഞങ്ങളുടെ കയ്യിൽ തീരെ പൈസയില്ല. അപ്പം ഞങ്ങൾ ഒന്നുകൂടി പ്രാർത്ഥന ശക്തിപ്പെടുത്തി. പിന്നെ ഇത് അതിൻ്റെ അഡ്വാൻസ് കൊടുക്കേണ്ട ദിവസമൊക്കെ വന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊക്കെ സ്വരച്ചർച്ചകൾ വന്നു തുടങ്ങി. ഇത്രയും വലിയ തുകയ്ക്ക് ഇങ്ങനെ ഒരു ബാധ്യത എടുത്തിട്ട് ഉള്ളതും കൂടി പോവും എല്ലാം അങ്ങനെയുള്ളൊരു സംസാരമായി തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. എനിക്ക് ഇത് പറ്റാതെയായി. അങ്ങനെ ഞാനൊരു ദിവസം രാത്രി കിടക്കാൻ നേരത്ത് മാതാവിനോട് പറഞ്ഞു, അമ്മേ മാതാവേ, എനിക്ക് ഈ ടെൻഷൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി അതിൻ്റെ അപ്പുറമാണ്, എനിക്ക് പറ്റുന്നില്ല. നീ അമ്മ ഒന്ന് എന്നെ ആശ്വസിപ്പിക്കണം, എനിക്ക് എന്തെങ്കിലും ഇത് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റുന്നുള്ളൊരു അടയാളം കാണിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ വിശ്വാസത്തിനൊന്നും വേണ്ടിയല്ല, എനിക്ക് ഇത് നടത്തണോ വേണ്ടതുള്ളത് മാത്രമേ ഉള്ളൂ. അമ്മയിൽ എനിക്ക് വിശ്വാസക്കുറവൊന്നുമില്ല. അപ്പം ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് അന്ന് രാത്രി കിടന്ന് ഉറങ്ങി. അപ്പം ഞാൻ സ്വപ്നത്തിൽ കാണുമായിരുന്നു ഒരു നല്ല, ഞാൻ ഇന്നോളം അനുഭവിക്കാത്ത അത്രയും കട്ടിയിലുള്ളൊരു കുന്തിരിക്കത്തിൻ്റെ സുഗന്ധം. അപ്പോൾ കുന്തിരിക്കത്തിൻ്റെ സുഗന്ധം അങ്ങനെ അത്, അപ്പം ഞാൻ ഉറക്കത്തിൽ തന്നെ സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ അമ്മേരെ ആ ഫ്രണ്ട് ഭാഗം മുഖമൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ല. എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ കൂടെ ആ വസ്ത്രത്തിൻ്റെ ഭാഗം ഇങ്ങനെ കണ്ണിൻ്റെ മുന്നിൽ കൂടെ ഇങ്ങനെ കടന്നു പോകുന്നു. അങ്ങനെ ഞാനന്ന് പിന്നീട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. കാലത്ത് എണീച്ചപ്പോൾ എനിക്ക് അതിനെ സംബന്ധിച്ച് യാതൊരു ടെൻഷനും ഉണ്ടായില്ല. ഞാൻ ഫുള്ള് ടെൻഷനിൽ മോചിതനായി 5 ലക്ഷം രൂപ കൊണ്ട് അഡ്വാൻസ് കൊടുത്തു. ഈ അഡ്വാൻസ് കൊടുത്തതിന് ശേഷം പിന്നെ 16 ലക്ഷത്തിൽ 1 ലക്ഷം രൂപ ഞങ്ങളുടെ അങ്ങനെയും ചിലവായി പോയി. 10 ലക്ഷം രൂപ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഈ 10 ലക്ഷം രൂപയുള്ളൂ, 41 ലക്ഷം രൂപ വേണം. അപ്പോൾ 41 ലക്ഷം 5 കൊടുത്തു കഴിഞ്ഞാൽ 26 ലക്ഷം രൂപ ഞങ്ങൾക്ക് വേണം. ഇതിനൊരു വഴിയും കാണാനില്ല. ഇപ്പോൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തോളൂ എന്നുള്ളൊരു വചനം എൻ്റെ മനസ്സിലേക്ക് വന്നു. ഞാൻ അങ്ങനെ കൂളായിട്ടിരുന്നു. അപ്പോൾ ടെൻഷൻ പിന്നെ മാതാവ് എടുത്തു മാറ്റിയല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ കൂളായിട്ടിരുന്നു. അങ്ങനെ പിന്നെ വഴി എന്താണ് ഇങ്ങനെ പലരും ചോദിക്കുന്നുണ്ട്, ഞാനൊന്നും പറയുന്നില്ല. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു പാർട്ടി ഇങ്ങനെ കയറി വന്നു, നിങ്ങൾക്ക് ലോണ് ശരിയാക്കി തരാം പ്രൈവറ്റ് ബാങ്കിൽ നിന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ തമ്പുരാനോടൊന്നും ആലോചിക്കാനൊന്നും പോയില്ല, പെട്ടെന്ന് പൈസയുടെ ആവശ്യമില്ല. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് അങ്ങനെ കയറി യെസ് പറഞ്ഞു. അവർ ലോണിന് വേണ്ടി പ്രൊസീജിയർ നടത്തി. ഒരു 10-16,000 രൂപ ഞങ്ങൾക്ക് ആ വഴിക്ക് ചിലവായി. എന്നിട്ട് അവർ 22 ലക്ഷം രൂപ ലോണ് പാസ്സാക്കി തന്നു. 22 ലക്ഷം രൂപ പാസ്സാക്കി തന്നത് 13.25% പലിശയ്ക്ക്. പിന്നീട് വേണമെങ്കിൽ 3 കൊല്ലം കഴിഞ്ഞാൽ ഇനിയും പലിശ കൂടാം. അപ്പോൾ 22 ലക്ഷം രൂപ 20 കൊല്ലം ഞാൻ കെട്ടിത്തീർക്കുമ്പോൾ 66 ലക്ഷം രൂപ കെട്ടണം. ഈ കെട്ടിക്കഴിഞ്ഞിട്ട് പോരാതെ ഇനിയും പലിശ കൂടുകയാണെങ്കിൽ 2, 3 അല്ലെങ്കിൽ 5 കൊല്ലം ഇനി ലോണിൻ്റെ കാലാവധി നീണ്ടുപോകും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾക്ക് വിഷമമായി തുടങ്ങി. അപ്പോൾ ഞങ്ങൾ വീണ്ടും മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ട് എസ് ഓർ നോ എടുത്തു. ഈശോയോട് ചോദിച്ചു, ഞങ്ങൾക്ക് നോന്ന് കിട്ടി, ലോൺ എടുക്കണ്ടെന്ന്. ഇപ്പോൾ ഈ കിട്ടണ ദിവസം ഞങ്ങളുടെ സ്ഥലം രജിസ്റ്റർ ചെയ്ത് എടുക്കുന്നതിൻ്റെ തലേദിവസമായിരുന്നു. എന്ന് വെച്ചാൽ 2 ദിവസം ബാക്കിയുള്ളപ്പോഴാണ് ഈ ഞങ്ങൾ എസ് ഓർ നോ എടുക്കുന്നത്. ഞങ്ങളുടെ മുന്നിൽ വേറൊരു വഴികളും ഇല്ല. 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ സ്ഥലം തരുന്ന ആൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇനി ഈ സമയം നിങ്ങൾക്ക് തന്ന സമയം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ സ്ഥലം വേണമെങ്കിൽ ഞാൻ പറഞ്ഞ അത്ര പൈസ നിങ്ങൾ എക്സ്ട്രാ തരേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി, വിഷമായി തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ ഞങ്ങൾ ഈ ലോണ് വേണ്ടാന്ന് പറഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഞങ്ങളുടെ പല ബന്ധുജനങ്ങളും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവർക്കൊക്കെ ഒന്ന് വിളിച്ച് പിറ്റത്തെ ദിവസം തന്നെ, അതായത് 1 ദിവസം ബാക്കി നിൽക്കുമ്പോൾ ഒരുവിധം വേണ്ടത്ര പൈസയൊക്കെ ഞങ്ങൾക്ക് അക്കൗണ്ടിൽ വന്നു. എന്നിട്ടും ഞങ്ങൾക്ക് അവസാന നിമിഷം രജിസ്ട്രേഷൻ ചെയ്യേണ്ട അന്ന് 1 മണിക്കൂർ ബാക്കി നിൽക്കുക 2 ലക്ഷം രൂപ ഷോർട്ടേജ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ വിഷമിച്ചിരിക്കുന്ന നേരത്ത് ബാങ്കിൽ പൈസ വന്നു കിടക്കുന്നത്, പക്ഷേ ഞങ്ങൾക്ക് അത് ഡ്രോ ചെയ്യാനായിട്ട് ഒരു മാർഗവും കാണാനില്ല. അങ്ങനെ ഞങ്ങൾ അവസാന നിമിഷമായി, ഒരു 10-15 മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ അങ്ങനെ ഞങ്ങളുടെ പരിചയമുള്ള ഒരാളെ ഞങ്ങൾ വെറുതെ, എൻ്റെ എന്നോട് പറഞ്ഞു, ഈ അങ്കിളിനോടൊന്ന് ചോദിച്ചു നോക്ക്. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി ചെന്നു. എനിക്കൊരു 2 ലക്ഷം രൂപ വേണമെന്ന് ഞാൻ അങ്ങനെ വെറുതെ അയാളോട് പറഞ്ഞല്ലോ. 4 കെട്ട് പൈസ എൻ്റെ കയ്യിൽ എടുത്ത് തന്നിട്ട് നിൻ്റെ കാര്യം നടത്തുമെന്ന് പറഞ്ഞു എന്നോട്. അങ്ങനെ ഞാൻ അവിടെ കാര്യം നടത്തി. അപ്പോൾ ഞങ്ങൾ കൃത്യസമയത്ത് 12 മണിയാണ് ഞങ്ങൾക്ക് രജിസ്ട്രേഷൻ്റെ സമയം തന്നിട്ടുണ്ടായിരുന്നത്. 1 മിനിറ്റ് ബാക്കിയുള്ള മുമ്പ് ഞങ്ങൾ രജിസ്റ്റർ ഓഫീസിൽ കയറി ആ
അതിന് മുദ്രപത്രത്തിൽ സൈൻ ചെയ്ത് ഞങ്ങൾക്ക് തമ്പുരാൻ ആ സ്ഥലം ഒരുക്കി തന്ന് അനുഗ്രഹിച്ചു. ഇത് ഞങ്ങളുടെ വലിയൊരു സാക്ഷിയായിരുന്നു. പിന്നെ തുടർന്നും ഞങ്ങൾ ഉടമ്പടിയിൽ ഇങ്ങനെ ആയിരിക്കുന്ന സമയങ്ങളിൽ ഞങ്ങൾക്ക് നിരവധിമായ ഇതിവിടെ ഒന്നും പറഞ്ഞാൽ തീർക്കാനൊന്നും പറ്റില്ല, അത്ര വലിയൊരു അനുഗ്രഹമായിരുന്നു. പരിശുദ്ധ കുർബാന എല്ലാ ദിവസവും ഞാൻ മുമ്പ് തൊട്ടേ പരിശുദ്ധ കുർബാനയൊക്കെ കൂടുമായിരുന്നു. പക്ഷെ അത് വെറും കൂടൽ മാത്രമായിരുന്നു. അതേപോലെ കുമ്പസാരിക്കുമായിരുന്നു. കുമ്പസാരിക്കുന്ന 2 ആഴ്ചയൊന്നും കുമ്പസാരിക്കില്ലായിരുന്നു. പേരിന് ഒരു 5-6 മാസമൊക്കെ കൂടുമ്പോൾ ഒരിക്കൽ എൽസിയൊക്കെ നിർബന്ധിക്കും, ഭാര്യ നിർബന്ധിക്കുന്നത് കൊണ്ടൊക്കെ പോയി കുമ്പസാരിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അതൊക്കെ മാറിപ്പോയി. പരിശുദ്ധ കുർബാന എന്താണ്, പരിശുദ്ധ കുർബാനയിൽ സത്യമായിട്ടും എന്താണ് നടക്കുന്നതെന്നുള്ളതും പരിശുദ്ധ കുർബാനയിലെ അത്ഭുതങ്ങൾ ലോകം മുഴുവൻ വളരെ വേഗത്തിൽ പ്രചരിപ്പിക്കപ്പെടണം എന്നുള്ളൊരു വലിയ ആഗ്രഹം ഉണ്ടാവുകയും അതിനുവേണ്ടി ഞങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ ഞങ്ങൾ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ കുർബാനകൾ ചൊല്ലി കുറേ അധികം കുർബാനകൾ 1 വർഷമൊക്കെ നീണ്ടു നിന്ന് കുർബാനകൾ ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ അങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്തു തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തിൽ വലിയൊരു ഉണർവുണ്ടായി. എനിക്കും എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും അത് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നൊരു വലിയ കാര്യമാണ്. പിന്നെ ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനം പറഞ്ഞ് നേരത്തെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ, പല ദേവാലയങ്ങളിൽ പലയിടത്തും കൊണ്ടുചെന്ന് ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം നടക്കുന്ന ഈ പത്രം ഞങ്ങൾ കൊടുത്തപ്പോൾ ഞങ്ങൾക്കുണ്ടായൊരു വലിയ അനുഭവമായിരുന്നു. ഞങ്ങളോടൊരു സഹോദരൻ, അതായത് കന്നഡ സഹോദരനാണ്, ഞങ്ങളോട് പറഞ്ഞു, ഈ പത്രം ബൈബിള് 1-ാമത്തെ ദൈവവചനം, 2-ാമത്തെ ദൈവവചനമാണ് ഈ ഉടമ്പടി കൃപാസനത്തിൽ നിന്ന് കിട്ടുന്ന സാക്ഷ്യപത്രം. ഇത് 2-ാമത്തെ ബൈബിളാണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞിട്ട് അതൊരു വലിയൊരു അനുഭവമായിരുന്നു. അത് ഞങ്ങൾക്ക് ഈ പത്രം കൂടുതൽ പേരിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു വലിയ അനുഗ്രഹമായിട്ട് മാറി. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒട്ടുമിക്ക എല്ലാ ന്യായമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് സാധിച്ചു കിട്ടണു. ഞങ്ങളുടെ മക്കൾക്ക് നന്നായിട്ട് പഠിക്കാൻ ഒക്കെ പറ്റി. പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പൈസ കൊടുത്തും മറ്റൊക്കെ പാവപ്പെട്ട രോഗികളായിട്ടുള്ള അങ്ങനെയുള്ളവർക്കൊക്കെ ഞങ്ങൾക്ക് കൊടുക്കാറുണ്ട്. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ കൊടുക്കാറുണ്ട്. പൊതിച്ചോറുണ്ടാക്കിയിട്ട് ബാംഗ്ലൂരിൻ്റെ തെരുവുകളിൽ ഞങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ ഒരു ക്ഷേമ മൈൻഡ് കെയർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഞങ്ങൾ പോയി. അവിടെ 10-50ഓളം അന്തേവാസികളുണ്ടായിരുന്നു. അവരുടെ കൂടെ അവർക്ക് ഞങ്ങളൊരു നേരത്തെ ഭക്ഷണം ഞങ്ങൾ തന്നെ പാകം ചെയ്ത് കൊണ്ടുപോയി ഞങ്ങൾ അവർക്ക് വിളമ്പിക്കൊടുത്ത് ഞങ്ങൾ അവരുടെ കൂടെ ഒരു ഹാഫ് ഡേ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തു. ചിലവ് ചെയ്തൊന്നും പറയാൻ പറ്റില്ല, ആഘോഷിച്ചു ശരിക്കും. അങ്ങനെ സെലിബ്രേറ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾ കുഷ്ഠരോഗികളുടെ ആശ്രമത്തിൽ പോയി. ഞങ്ങളവിടെ അവർക്ക് വേണ്ടി ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലത്തെ ശുശ്രൂഷകൾ ചെയ്തു. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്തു. പിന്നെ ഞങ്ങൾക്കുണ്ടായ ഒരു കാശുരൂപം വഴി ഞങ്ങൾക്കുണ്ടായ ഒരു വലിയ അനുഭവം പറയാം. അത് എൻ്റെ ഭാര്യ എൽസി പറയും. ജൂൺ 7-ാം തീയതിയാണ് ഞങ്ങളുടെ വീട് വെഞ്ചിരിക്കുന്നത്. പുതിയതായിട്ട് മാതാവ് തന്ന വീട് വെഞ്ചിരിക്കുന്നത്. ജൂൺ 13-ാം തീയതി അന്തോണിസ് പുണ്യാളൻ്റെ പെരുന്നാളായിരുന്നു. അന്ന് ഞാനും മോളും കൂടിയിട്ട് MSc ക്രൈസ്റ്റ് കോളേജിലേക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ഞങ്ങൾ 2 പേരും കൂടി പോയി. അപ്പോൾ ഇങ്ങനെ പ്രത്യേക അവസരങ്ങളിലൊക്കെ പോകുമ്പോൾ മാതാവിൻ്റെ കാശുരൂപം എടുത്ത് കൈ പിടിച്ചോളൂ എന്ന് പറയണ കാരണം അവൾ ഹാൻഡ് ബാഗിൽ കാശുരൂപം എടുത്ത് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയാണെന്ന് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല ബാഗിൽ. ഞങ്ങൾ കോളേജിൽ ചെന്ന് ഞങ്ങൾ നോക്കിയപ്പോൾ ഇവളുടെ ആ ബാഗിൽ ഒരു ഡോക്യുമെൻറ്റ്സോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ചെന്ന് അയാൾ ചോദിക്കുകയാണ്, അവിടുത്തെ പ്രിൻസിപ്പാളൊക്കെ ചോദിക്കുകയാണ് ഡോക്യുമെൻറ്റ്സൊക്കെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇവൾ ലാപ്ടോപ്പോ ഡോക്യുമെൻറ്റ്സോ ഒന്നും ആ ബാഗിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ അവളുടെയും പഴയ ഒരു കേടായ ഫോണുകളാണ് ഉണ്ടായിരുന്നത്. പിന്നെ മാതാവിൻ്റെ കാശുരൂപമാണ് അതിലുള്ളത്. അങ്ങനെ വേഗം വീട്ടിലേക്ക് വിളിച്ച് പപ്പേനെ വിളിച്ചു കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഞങ്ങൾ തിരിച്ചു പോരുമ്പോൾ ഈ പുതിയ സ്ഥലമായ കാരണം ഞങ്ങൾക്ക് അറിയുന്നില്ല, ഞങ്ങൾ ബസ്സിലാണ് പോയിരുന്നത്. വന്ന് ബസ് ഇറങ്ങിയപ്പോൾ ഭയങ്കര മഴ പെയ്തു. അപ്പോൾ ബസ് ഇറങ്ങിക്കഴിഞ്ഞ് മഴ പെയ്തപ്പോൾ മുഖത്തേക്ക് വെള്ളം ഭയങ്കരമായിട്ട് ശക്തമായി വീണപ്പോൾ എനിക്ക് ശ്വാസം കിട്ടാത്ത പോലെ. അപ്പം ഞങ്ങൾ വിചാരിച്ചു തൊട്ടടുത്ത ടെൻറ്റിൽ കയറി നിൽക്കാം, കടകളൊക്കെ ഉണ്ട്, അപ്പോൾ അവിടെ കയറി നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവൾ കറക്റ്റായിട്ട് റോട്ടിൽ കൂടെ തന്നെ കയറി. ഞാൻ നോക്കുമ്പോൾ ഷോർട്ട് കട്ട് പോലെ ഒരു സ്ഥലം കണ്ടു. അപ്പോൾ അതുകൂടെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ നടക്കുമ്പോഴേക്കും അപ്പോൾ എൻ്റെ തോളിലാണ് ഹാൻഡ് ബാഗ് ഉണ്ടായിരുന്നത്, മാതാവിൻ്റെ കാശുരൂപമുള്ളത്. സാധാരണ എൻ്റെ തോളിൽ അങ്ങനെ ഉണ്ടാവാറില്ല, കാരണം ഇവർ അമ്മ വേഗം നടന്നോളൂ എന്നൊക്കെ പറഞ്ഞ് ഇവരാണ് എല്ലാ സാധനങ്ങളും പിടിക്കാറ്. എന്നെ എൻ്റെ കയ്യിലൊന്നും തരാറില്ല. അന്ന് ബസ്സിൽ സീറ്റ് കിട്ടിയിട്ട് ഞാൻ ഇരുന്നപ്പോഴാണ് ഇവളെൻ്റെ കയ്യിൽ ബാഗ് തന്നത് കാരണം എൻ്റെ തോളത്ത് ബാഗ് ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ആ കുഴിയിലേക്ക് വീഴുകയാണ്.
ആ കുഴി എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ കുഴിയാണ്. ചെളിയൊക്കെ നിറഞ്ഞിട്ട് വേസ്റ്റൊക്കെ നിറച്ചിട്ടിട്ട് ഏതോ കാലത്ത് കുഴി കുത്തിയിട്ടില്ലാന്ന് തോന്നിട്ട് ഭയങ്കര വലിയ കുഴിയത്. ചെളി നിറഞ്ഞിരിക്കുന്ന കാരണം ഈ മഴ പെയ്തപ്പോൾ വെള്ളം ഇങ്ങനെ നേരെ തന്നെ പോയിരുന്നത്, കുണ്ടിലേക്ക് വീണ പോലെ എനിക്ക് തോന്നിയില്ല. അപ്പോൾ അത് കാരണം നേരെ തന്നെയാണല്ലോ, അപ്പോൾ റോഡൊക്കെ അവിടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നടന്നത്. പക്ഷേ ഞാൻ നടന്നു പോകുമ്പോഴേ ആ കുണ്ടിലേക്ക് വീണു. ചെളി എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെളി, കറുത്ത ചെളി നിറഞ്ഞിട്ട് അവിടെ ഈ ഫ്രൂട്ട്സൊക്കെ വിൽക്കുന്ന സ്ഥലമായി കാരണം അവരതിൻ്റെ ബാക്കിയൊക്കെ അതിലേക്ക് ഇടലും ഒക്കെ. അപ്പം അത്രയും വൃത്തികെട്ട കുഴിയായിരുന്നത്. ഞാനതിലേക്ക് വീണു. ഞാനൊന്നും മിണ്ടുന്നില്ല. ഞാനങ്ങനെ താന്നുകൊണ്ടിരിക്കുക, പതുക്കെ ഇങ്ങനെ താന്നുകൊണ്ടിരിക്കുക. ഞാനൊന്നും മിണ്ടുന്നില്ല. സാധാരണ നമ്മൾ മരിക്കാൻ പോകുമ്പോൾ രക്ഷിക്കണം അല്ലെങ്കിൽ കൈ കാലിട്ടടിക്കുക അതൊക്കെ ചെയ്യും. പക്ഷെ ഞാനൊന്നും മിണ്ടുന്നില്ല. 2 കൈയും എൻ്റെ താഴ്ന്നു പോയി, നെഞ്ച് വരെ താഴ്ന്നു. ഇവളപ്പോഴാണ് ആ ഷെഡിലേക്ക് എത്തിയിട്ടില്ല, ആ കടയുടെ മുന്നിലേക്ക് എത്തിയിട്ടില്ല. അതിനൊക്കെ മുന്നേ ഇവൾക്ക് എന്തോ മാതാവ് തിരിഞ്ഞു നോക്കാൻ തോന്നി. ഇവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ആ ചെളിയിൽ മുങ്ങിക്കൊണ്ടേയിരിക്കുക. ഇവൾക്ക് എന്താ ചെയ്യണമെന്ന് പെട്ടെന്ന് മനസ്സിലായില്ല. ഇവളും വന്ന് ആ കുഴിയിലേക്ക് എടുത്ത് ചാടി എനിക്കപ്പോൾ ഒരു ബോധമില്ലാത്ത പോലെയായിരുന്നു. ഞാൻ കൈ കാലിട്ട് അടിക്കുക, എന്നെ രക്ഷിക്കണേന്ന് പറയും. ഞാനൊന്നും പറയുന്നില്ല. അപ്പോൾ അതിന് ആൾക്കാർക്കൊന്നും മനസ്സിലാവണില്ല. ചുറ്റുവട്ടത്ത് ആൾക്കാർ കടയിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ ആൾക്കാർക്ക് ഞാൻ ഈ കുഴിയിൽ വീണതാണോ, ഞാൻ മരിക്കാൻ പോവുകയാണെന്ന് ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല. ഇവളെടുത്ത് ചാടി, ഇവൾ ഓടിയിട്ടിട്ട് ഹെൽപ്പ് എന്നുകൊണ്ട് ഇവൾ ഓടിയിട്ടു. അപ്പോൾ ഇവൾ ഓടിയിടുമ്പോഴാണ് എനിക്കൊരു ഉണർവ് വരണേ. ദൈവമേ, കുട്ടിയും ചാടിയില്ലോ, ഞങ്ങൾ 2 പേരും ഇപ്പം മരിച്ചു പോവുമല്ലോ, ദൈവമേ എന്ത് ചെയ്യും, ആരും രക്ഷിക്കാൻ വരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ എനിക്ക് ഈശോനെ മാതാവിനോട് വിളിച്ച് കരയേ, ഞാനൊന്നും ചെയ്യുന്നില്ല. എനിക്കിപ്പോഴും മനസ്സിലാവണില്ല ഞാൻ എന്താണ് അതങ്ങനെ ഒന്നും ചെയ്യാഞ്ഞെന്ന്. അപ്പോൾ ഇവള് വന്ന് ചാടുമിക്ക് എൻ്റെ കഴുത്തറ്റ ഇവിടെ വരെ ചെളി നിറഞ്ഞു. ഇനി ഞാൻ അങ്ങനെ മുങ്ങിപ്പോവുക ചെയ്യണം, ഞാൻ മിണ്ടണമില്ലല്ലോ. അപ്പോൾ ഇവള് ഹെൽപ്പ് എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഇവിടെ വരെ എത്തിക്കഴിഞ്ഞപ്പോൾ എന്നെ ആരോ താഴ്ത്തുനിന്ന് തള്ളി പിടിച്ച് നിൽക്കണ പോലെ എനിക്കൊരു ഫീല് വന്നു. ഞാനത് ഇവളാണെന്ന് വിചാരിച്ചത്. വലിയ കുഴിയായി കാരണം ഇവൾ എൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ഇവൾ ഹെൽപ്പ് എന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർക്ക് ഒരു ഡൗട്ട് തോന്നിയിട്ട് ആൾക്കാരൊക്കെ ഓടി വന്ന് നോക്കിയപ്പോൾ ഞങ്ങൾ മുങ്ങിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ എൻ്റെ കഴുത്ത് വരെ ആയിട്ട് ഞാൻ അങ്ങനെ നിൽക്കുകയാണ്. എൻ്റെ ബാക്കിൽ നിന്ന് ആരോ ഇങ്ങനെ താങ്ങി പിടിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെയാണത് മാതാവാണ് എന്നെ ഇങ്ങനെ താങ്ങി പിടിച്ച് നിൽക്കണേന്ന് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ആൾക്കാർ വന്ന് നോക്കിയപ്പോൾ ഇവളാണ് എൻ്റെ കൈ പിടിച്ചിട്ട് അവരുടെ കയ്യിൽ കൊടുക്കുന്നത്. അങ്ങനെ എന്നെ പിടിച്ച് കയറ്റി, അതിൻ്റെ പിന്നാലെ ഇവളിനെയും പിടിച്ച് കയറ്റി. അവിടെ കയറി നിൽക്കുമ്പോൾ നമ്മളൊരു കക്കൂസക്കുണ്ടിയിൽ നിന്ന് കയറിയ പോലെയാണ് എന്നെ ഇവളിനെ നോക്കുമ്പോൾ. കാരണം ഞങ്ങളുടെ മണ്ണെടുത്തിട്ട് പാകില്ല, ചെളി നിറഞ്ഞിട്ട് ആകെ കൂടി ഭയങ്കര ഒരു വിഷമവും ഇതും. അങ്ങനെ ഞങ്ങളവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയാലും ഓട്ടോറിക്ഷയിൽ വീട്ടിൽ വന്നാൽ മതി എന്ന് വിചാരിച്ചു. കുറേ ഓട്ടോറിക്ഷ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു ഓട്ടോറിക്ഷ പോലും ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നില്ല. കാരണം അവർക്കറിയാം ചെളിയിൽ വീണവരാണ്, ഭയങ്കരമായിട്ട് മണ്ണെടുക്കും, അവരുടെ ഓട്ടോകളൊക്കെ നാശമാവെന്ന് വിചാരിച്ചിട്ടായിരിക്കാം. ഞാനിങ്ങനെ മാതാവേ എന്ന് പ്രാർത്ഥിച്ച് കരഞ്ഞു അലറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും ഒരു ഓട്ടോറിക്ഷ എവിടെ നിന്നാണെന്ന് അറിയില്ല അങ്ങനെ വന്ന്. അപ്പോഴേക്കും ഇവള് പോയിട്ട് പറഞ്ഞു ഞങ്ങൾക്കിങ്ങനെ വീണു ഇതൊന്നും പറഞ്ഞില്ല. പക്ഷേ ഇവളെ കാണുമ്പോഴേ അറിയാം ചെളിയിൽ മുങ്ങിയിട്ട് അങ്ങനെ കറുത്തിട്ടായിരിക്കും ഞങ്ങൾ 2 പേരും, മണ്ണെടുത്തിട്ടും പാകില്ല. അങ്ങനെ അയാൾ പറഞ്ഞു വേഗം അമ്മേനെ പിടിച്ച് കയറ്റി എന്ന് പറഞ്ഞു. അങ്ങനെ വേഗം ഞങ്ങളെ പിടിച്ച് കയറ്റി ഞങ്ങളുടെ 2 ആളിന് വേഗം വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട്ടിൽ വന്ന് ബാഗ് തുറന്നു നോക്കുമ്പോഴാണ് മാതാവൊക്കെ ചെളിയിൽ മുങ്ങി ബാഗിലിരിക്കുന്നു. പക്ഷെ വേറൊരു ലാപ്ടോപ്പോ ഡോക്യുമെൻറ്റ്സോ ഒന്നും അതിലുണ്ടായിരുന്നില്ല. മാതാവിനെ അറിയായിരുന്നു ഇങ്ങനൊരു അപകടം ഉണ്ടാവുമെന്നും അതിൽ രക്ഷിക്കണമെന്നും ഒക്കെ. അതുകൊണ്ട് അങ്ങനെ വലിയൊരു അപകടം, ഞാൻ മരിച്ചു പോവായിരുന്നു. ഇവളും പെട്ടെന്ന് കുഴിയിലേക്ക് എടുത്ത് ചാടി. അങ്ങനെ മരിച്ചു പോകാമായിരുന്നു. അത്രയും വലിയ അപകടത്തിൽ നിന്ന് മാതാവ് ഞങ്ങളെ രക്ഷിച്ചു. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച അമ്മയ്ക്കും ഈശോയ്ക്കും ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ഒരുപാട് നന്ദി പറയുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും. പുറപ്പാടിൻ്റെ പുസ്തകം 14:14 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. നമ്മുടെ മുൻപിൽ ആൻറ്റോ എന്ന സഹോദരൻ തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് ഈ സഹോദരൻ പറയുന്നുണ്ട് ഉടമ്പടിയിലെ ഓരോ കാര്യങ്ങളും എത്ര വ്യക്തമായിട്ടാണ് ചെയ്തതെന്ന്. കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും പ്രാർത്ഥനാ ജീവിതവും ഉപവാസവുമൊക്കെ അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യുവാനായിട്ട് പരിശ്രമിച്ചപ്പോൾ പരിശുദ്ധ അമ്മ ഇവരുടെ ജീവിതത്തിൽ ഇടപെട്ടതായിട്ടും ഇവരുടെ നിയോഗങ്ങളിൽ ഉത്തരമായിട്ട് പരിശുദ്ധ അമ്മ കടന്നു വന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ സാക്ഷ്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ സാക്ഷ്യത്തിൽ ഉടമ്പടിയുടെ ഓരോ പോയിൻറ്സും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ സഹോദരൻ പറയുന്നുണ്ട് ഇവർക്ക് പൈസ ഇല്ലായിരുന്ന സമയത്ത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഭവനം മേടിക്കുവാനായിട്ട് സാധിച്ചു. നമ്മൾ ഉടമ്പടിയിൽ സാധാരണ പറയാറുണ്ട് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന്.
അതുപോലെ തന്നെ നമുക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ അത് പരിശുദ്ധ അമ്മ നമ്മളോട് ചേരുമ്പോൾ നമുക്കത് ആ ഒരു കാര്യം ഭാരലഘുത്വത്തിൽ മനസ്സിലാകുന്നതായിട്ട് ഇവരുടെ സാക്ഷ്യത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ വളരെ കൂളായിട്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ഇവർ ആ കാര്യങ്ങളെ എടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രസൻസും കമ്മ്യൂണിക്കേഷനും, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ സംസാരിക്കുന്നതായിട്ടുമൊക്കെ ഈ സഹോദരന് ഇവരുടെ ഉടമ്പടി ജീവിതത്തിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ടൈം ഷോർട്ടനിങ്, സമയ ചുരുക്കത്തിൽ ഓരോ കാര്യങ്ങളും നടക്കുന്നതായിട്ട് ഇവർക്ക് അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞു. പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം, സംരക്ഷണം, അതൊക്കെ ഇവർക്ക് വളരെ പ്രകടമായിട്ട് ഇവരുടെ ഉടമ്പടി ജീവിതത്തിൽ ഇവർക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. പ്രിയമുള്ളവർ, അതുപോലെ തന്നെ ഈ സാക്ഷ്യത്തിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്, ഈ സഹോദരൻ പറഞ്ഞു, കൃപാസനം പത്രം കൊടുത്തപ്പോൾ ഒരു സഹോദരൻ പറഞ്ഞു ഇത് സുവിശേഷം, രണ്ടാമത്തെ സുവിശേഷമായിട്ട് കാണുന്നുവെന്ന് ഈ സഹോദരൻ പറയുകയാണ്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്, ഈശോയുടെ പരസ്യജീവിതകാലത്ത് 30 മുതൽ 33 വയസ്സ് വരെ ഈശോ പരസ്യജീവിതം നടത്തിയപ്പോൾ നമുക്കറിയാം ഈശോ ഒത്തിരിയേറെ വ്യക്തികൾക്ക് സൗഖ്യമായിട്ട് കടന്നു വന്നു. അവരുടെ ആവശ്യങ്ങളിൽ ഈശോ കടന്നു വന്നു. വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിൽ അവരെ സഹായിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. സുവിശേഷം വായിക്കുമ്പോൾ മത്തായിയും മർക്കോസും ലൂക്കായും യോഹന്നാനും ഒക്കെ വായിക്കുമ്പോൾ ഈശോയുടെ ഈ വലിയ കരുതലിൻ്റെയും സാന്നിധ്യത്തിൻ്റെയും അതുപോലെ തന്നെ അവരുടെ രോഗങ്ങളിൽ സൗഖ്യമായിട്ടുമൊക്കെ കടന്നു വരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 21-ാം നൂറ്റാണ്ടിൽ ഈശോ ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കൃപാസനം പത്രം എന്ന് പറയുന്നത്. എത്ര വലിയ സാക്ഷ്യങ്ങളാണ് രോഗസൗഖ്യത്തിൻ്റെ, അതുപോലെ തന്നെ നടക്കാത്ത കാര്യങ്ങളൊക്കെ നടന്നതായിട്ട് ഒത്തിരിയേറെ വ്യക്തികൾ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ദൈവം ഈ 21-ാം നൂറ്റാണ്ടിലും ജീവിക്കുന്നവനായിട്ട് നമ്മുടെ മധ്യേ ഉണ്ട് എന്നുള്ള വലിയ ഓർമ്മപ്പെടുത്തലും ബോധ്യവുമാണ് കൃപാസനം പത്രം നമുക്ക് നൽകുന്നത്. പ്രിയമുള്ളവരെ, ഇവരുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറയാം. ഇരു കരങ്ങളും അടിച്ച് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം.